ഹലോ, ഗുഡ് ഈവനിങ്. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും പ്രൈം ടൈമിലേക്ക് സ്വാഗതം. കോട്ടയം മൈലക്കാട് കൊല്ലത്ത് നടന്ന അപകടം നമ്മൾ അറിഞ്ഞു. ദേശീയപാത നിർമ്മാണത്തിൽ സംരക്ഷണ ഭിത്തി തകർന്നു വീണു. മാത്രമല്ല അവിടെ ഭൂമിയൊക്കെ വിണ്ടുകീറി കണ്ടാൽ ഭയപ്പെട്ടു പോകുന്ന കാഴ്ചയാണ് ഇന്നലെ അവിടെ ഉണ്ടായത്. ഈ മൈലക്കാട്ടെ അപകടം അതിൽ സംസ്ഥാന സർക്കാരിന് ഉത്തരവാദിത്വമില്ല എന്ന രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ വരുന്നത്. ദേശീയപാത അതോറിറ്റി തന്നെയാണ് റോഡ് നിർമ്മിക്കുന്നത്. സ്ഥലമെടുത്തു കൊടുക്കുന്ന ജോലി മാത്രമേ സംസ്ഥാന സർക്കാരിനുള്ളൂ. പല സ്ഥലങ്ങളിലും ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല, മൈലക്കാട്ടെ സംഭവം പലയിടങ്ങളിലും ദേശീയപാത നിർമ്മാണത്തിൽ അപകടങ്ങൾ ഉണ്ടാകുന്നു. അപ്പോൾ ജനങ്ങളുടെ ജീവിതം അല്ലെങ്കിൽ ജനങ്ങളുടെ ജീവൻ ആര് സംരക്ഷിക്കും എന്നൊരു ചോദ്യമുണ്ട്. ദേശീയപാത അതോറിറ്റിയുടെ അന്വേഷണം പ്രഖ്യാപിച്ചു എന്നത് നേരാണ്. പക്ഷേ അന്വേഷണ റിപ്പോർട്ട് വരുമ്പോഴേക്കും കാലമെടുക്കുമെന്ന് നമുക്കറിയാം. പക്ഷേ ഇതിൻ്റെ ഇരു പ്രദേശത്തും ഈ റോഡിൻ്റെ ഇരുവശങ്ങളും താമസിക്കുന്ന ആളുകളൊക്കെ ഒരു അമ്പരപ്പോടെയാണ് ഇപ്പോൾ ഈ ദേശീയപാത നിർമ്മാണത്തെ കാണുന്നത്. അപ്പോൾ ഈ ദേശീയപാത നിർമ്മാണത്തിൽ ആളുകൾക്കുണ്ടായിരിക്കുന്ന ആശങ്ക മാറ്റാൻ ദേശീയപാത അതോറിറ്റി മുന്നിട്ടിറങ്ങേണ്ടത് ആവശ്യമാണ് എന്ന് പറയുന്നതോടെ നമ്മൾ ഇന്നത്തെ പ്രൈം ടൈം ആരംഭിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വീണ്ടും സ്വാഗതം. പ്രൈം ടൈം തുടരുകയാണ്. നമുക്കാദ്യം എന്തായാലും തദ്ദേശ തെരഞ്ഞെടുപ്പ് നാളെ കുട്ടിക്കലാശത്തിൻ്റെ ദിവസമാണ്, നിങ്ങൾക്കറിയാം. ആദ്യഘട്ടം 9-ാം തീയതി, രണ്ടാം ഘട്ടം 11-ാം തീയതി. 13-ാം തീയതി നമ്മൾ പൊളിക്കും. പ്രേക്ഷകർക്കറിയാം, 13-ാം തീയതി ഞാനും ആഷ്മിയും വിജയകുമാറും നമ്മൾ ഒന്നിച്ച് തെരഞ്ഞെടുപ്പിൻ്റെ ഫലം സംപ്രേഷണം ചെയ്യും. അപ്പോൾ ആദ്യം നമുക്ക് തദ്ദേശ തെരഞ്ഞെടുപ്പ് വാർത്തകളിലേക്ക്. പഞ്ചായത്തിലോട്ട് കോ സ്പോൺസേഡ് ബൈ വോക്കറു ധരിക്കൂ, നടന്നുകൊണ്ടേയിരിക്കൂ. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ആദ്യഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്ന 7 ജില്ലകളിലെ പരസ്യ പ്രചാരണം നാളെ അവസാനിക്കും. ചൊവ്വാഴ്ചയാണ് വോട്ടെടുപ്പ്, നമുക്കറിയാം. പ്രചാരണം അവസാന മണിക്കൂറുകളിലേക്ക് കടന്നിരിക്കുന്നു. നാടും നഗരവും ഉണർന്നു കഴിഞ്ഞു. തെരഞ്ഞെടുപ്പ് ആവേശം കൊട്ടിക്കയറുകയാണിപ്പോൾ. അതിൻ്റെ ഒരു റിപ്പോർട്ടാണ് ആദ്യം നമ്മൾ കേൾപ്പിക്കുന്നത്. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള ജില്ലകളിലാണ് ആദ്യഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്നത്. നാടിന്റെ മുക്കിലും മൂലയിലും തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ അലയൊലികൾ എത്തിച്ച 20 ദിവസത്തോളം നീണ്ടുനിന്ന ആവേശം നിറഞ്ഞ പ്രചരണത്തിനാണ് നാളെ വൈകുന്നേരം തിരശ്ശീല വീഴുന്നത്. പ്രാദേശിക ഭരണകൂടങ്ങളെ തെരഞ്ഞെടുക്കുന്നതിന് വേണ്ടിയുള്ള തെരഞ്ഞെടുപ്പായിരുന്നുവെങ്കിലും പൊതു രാഷ്ട്രീയ വിഷയങ്ങൾക്ക് തന്നെയായിരുന്നു പ്രചരണ രംഗത്ത് മേൽക്കൈ. വികസന ക്ഷേമകാര്യങ്ങൾ പ്രാദേശിക തലത്തിൽ ഒതുങ്ങിയപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ലൈംഗിക പീഡന പരാതി, ശബരിമല സ്വർണ്ണക്കൊള്ള, ജമാഅത്തെ ഇസ്ലാമി ബന്ധം, CPM BJP അന്തർധാര, ദേശീയപാതയുടെ തകർച്ച തുടങ്ങിയവയാണ് രംഗം കൈയടക്കിയത്. ഒരു ഘട്ടത്തിലും ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ തേടി പോകേണ്ട ഗതികേട് ഞങ്ങൾക്കുണ്ടായിട്ടില്ല. UDFന്റെ രാഷ്ട്രീയ അജണ്ട നിശ്ചയിക്കുന്നിടം വരെ ജമാഅത്തെ ഇസ്ലാമിയുമായുള്ള കൂട്ടുകെട്ടിന്റെ ഭാഗമായി ആ അവകാശം അവർക്ക് വിട്ടുകൊടുക്കുന്ന നിലയിലേക്ക് UDF മാറിയിരിക്കുന്നു എന്നതും കാണാൻ നമുക്ക് കഴിയും. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ പരാതിയിൽ പ്രതിരോധത്തിലായെങ്കിലും പ്രചരണം ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ തന്നെ കേന്ദ്രീകരിക്കാൻ UDF ശ്രമിച്ചു. ഭരണവിരുദ്ധ വികാരത്തിലൂടെ നേട്ടമുണ്ടാക്കാമെന്നാണ് UDF പ്രതീക്ഷ. സ്വർണ്ണക്കൊള്ള എന്ന് പറയുന്നത് അവസാനിപ്പിക്കുവാൻ വേണ്ടിയും ആ സ്വർണ്ണക്കൊള്ള ജനങ്ങളുടെ മുമ്പിലേക്ക് വരാതിരിക്കുന്നതിന് വേണ്ടിയാണ് ഈ തെരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെയും ഇതുപോലെ പല കാര്യങ്ങളും നീട്ടിക്കൊണ്ട് പോകുന്നത്. പ്രാദേശിക ഭരണകൂടങ്ങളിലും സ്വാധീനം വർദ്ധിപ്പിക്കുക ലക്ഷ്യമിട്ട് BJP മുന്നണിയും വലിയ പ്രചരണം നടത്തുന്നുണ്ട്. ഈ മാസം 11-ന് വോട്ടെടുപ്പ് നടക്കുന്ന തൃശൂർ മുതൽ പാലക്കാട് വരെയുള്ള വടക്കൻ ജില്ലകളിലെ പ്രചരണം 9-ന് സമാപിക്കും. 24 തിരുവനന്തപുരം. 7 ജില്ലകളിലെ കുട്ടിക്കലാശം പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ അതിവിപുലമായ സജ്ജീകരണങ്ങൾ 24 ഒരുക്കി കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ ഏകദേശം അതിൻ്റെ ഒരു തത്സമയ പരിപാടിയിലേക്കാണ് നമ്മൾ കടക്കുന്നത്. ഇനി നമുക്ക് മറ്റൊരു വാർത്തയിലേക്കാണ് നമ്മൾ കിടക്കുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി സംസ്ഥാനത്ത് എക്സൈസിൻ്റെ പ്രത്യേക പരിശോധന. താലൂക്ക് അടിസ്ഥാനത്തിലും ജില്ലാ അതിർത്തികളിലും പരിശോധന നടത്താൻ പ്രത്യേക ടീമുകളെ നിയോഗിച്ചു കഴിഞ്ഞു. 24 പ്രൈം ടൈം ബ്രേക്കിംഗ് വാർത്തയുമായി മനീഷ് മഹിവാൽ തിരുവനന്തപുരത്ത് ചേരുകയാണ്. മനീഷ്, പ്രൈം ടൈമിലേക്ക് സ്വാഗതം. എന്തൊക്കെയാണ് വിവരങ്ങൾ? കുട്ടിക്കലാശം വരുമ്പോൾ ഒരുപാട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. SKN പ്രധാനപ്പെട്ട 2 കാരണങ്ങൾ കൊണ്ടാണ് എക്സൈസ് ഇത്തരത്തിലൊരു പ്രത്യേക ടീമിനെ നിയോഗിക്കുന്നത്. ഒന്നാമത്തെ കാരണം
ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് വോട്ടർമാരെ സ്വാധീനിക്കാൻ വലിയ രീതിയിൽ ലഹരി ഒഴുകുന്ന ഒരു സാഹചര്യം ഇതിനു മുൻപൊക്കെ തന്നെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കണം. രണ്ടാമത്തെ കാര്യം, തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി 7-ാം തീയതി വൈകിട്ട് 6 മുതൽ അടുത്ത 3 ദിവസത്തേക്ക്, അതായത് തെരഞ്ഞെടുപ്പ് നടക്കുന്ന ദിവസം കഴിഞ്ഞ അടുത്ത ദിവസം വരെയും സംസ്ഥാനത്ത് ഡ്രൈ ഡേ ആണ്. അതായത് മദ്യം ലഭിക്കുകയില്ല, ബാറുകളിലോ ബീവറേജ് ഔട്ട്ലെറ്റുകളിലോ ഒന്നും മദ്യം ലഭ്യമാകുകയില്ല. ഈ സമയത്ത് ഇതിന് മുൻപത്തെ ദിവസങ്ങളിൽ മദ്യം വാങ്ങി അത് സൂക്ഷിച്ച് കരിഞ്ഞതാക്കി വെച്ച് പിന്നീട് അടുത്ത ദിവസങ്ങളിൽ ബ്ലാക്കിലടക്കം വിൽക്കുന്ന ഒരു രീതി സംസ്ഥാനത്ത് പലയിടങ്ങളിലും സ്വാഭാവികമായി തന്നെ ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളെ തടയുക. പ്രധാനമായും അതിർത്തി വഴിയാണ്, അതായത് സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ തൊട്ടടുത്തുള്ള സംസ്ഥാനത്ത് വഴിയാണ് ഏറ്റവും കൂടുതൽ ലഹരി, കഞ്ചാവ്, മദ്യമടക്കമുള്ള ലഹരി സംസ്ഥാനത്തേക്ക് എത്തുക. അതുകൊണ്ട് ഇത്തവണ എക്സൈസിന്റെ പ്രത്യേക ടീമാണ് കെമു ഈ മൊബൈൽ യൂണിറ്റായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. മൊബൈൽ യൂണിറ്റ് എന്ന് പറയുമ്പോൾ സാങ്കേതികമായ ഒത്തിരി സംവിധാനങ്ങൾ ഈ എക്സൈസിന്റെ ഈ മൊബൈൽ യൂണിറ്റിനുണ്ടാകും. അത് അതിർത്തി മേഖല, പ്രത്യേകിച്ചും വയനാട്, പാലക്കാട്, കാസർഗോഡ്, തിരുവനന്തപുരം, കൊല്ലം, ഇടുക്കി പോലുള്ള മറ്റ് സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ജില്ലകളിൽ ഈ കെമു പോലുള്ള മൊബൈൽ യൂണിറ്റ് വരുന്നത് വലിയ രീതിയിൽ ഫലമുണ്ടാക്കുന്നുണ്ട്. അതിർത്തി കടന്ന് വരാത്ത സാഹചര്യം ഉണ്ടാക്കുന്നു. പ്രത്യേകിച്ചും ജില്ലാ കൺട്രോൾ റൂമിൽ ഒരു പ്രത്യേക ടീമുണ്ട്. ഒപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, മുൻകാലങ്ങളിൽ ഒന്നും ഇല്ലാത്ത, അതായത് നേരത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിലോ അല്ലെങ്കിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിലോ ഇത്തരത്തിൽ എക്സൈസിന്റെ സ്പെഷ്യൽ സ്ക്വാഡ് ഉണ്ടെങ്കിൽ കൂടി താലൂക്ക് അടിസ്ഥാനത്തിൽ സ്പെഷ്യൽ സ്ക്വാഡിനെ രൂപീകരിക്കുന്നത് ആദ്യമായിട്ടാണ്. അങ്ങനെ ജില്ലാ കൺട്രോൾ റൂം നിയന്ത്രിക്കുന്ന ഒരു താലൂക്ക് യൂണിറ്റും ഒപ്പം തന്നെ അതിർത്തി പ്രദേശങ്ങളിൽ കെമു യൂണിറ്റ്, അങ്ങനെ 3 യൂണിറ്റ് കേന്ദ്രങ്ങളാണ്. ഈ മാസം 1-ാം തീയതി മുതൽ എക്സൈസിന്റെ ക്രിസ്മസിന്റെയും ഇലക്ഷന്റെയും ഡ്രൈവ് ആരംഭിച്ചിരുന്നു, പരിശോധനകൾ ആരംഭിച്ചിരുന്നു. ഇപ്പോൾ ഇതാ സ്പെഷ്യൽ ടീമിനെ നിയോഗിച്ചത് ഇന്ന് രാവിലെ മുതലാണ്. അങ്ങനെ ഈ 3 സ്ഥലങ്ങളിൽ 3 ടീമായി കേന്ദ്രീകരിച്ചുകൊണ്ടായിരിക്കും സംസ്ഥാനത്തേക്ക് ലഹരി എത്തുന്നതും ഒപ്പം തന്നെ ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് എങ്ങനെ ആ ലഹരി ഒഴുക്ക് തടയുന്നതും ഒപ്പം തന്നെ ഈ മാരകം, അതായത് ഈ മദ്യം മാത്രമല്ല, ഡ്രൈ ഡേ ഒരുക്കുന്ന സമയത്ത് ഡ്രൈ ഡേക്ക് പകരമായി ഒത്തിരി രാസലഹരി കൂടി എത്തുന്ന സാഹചര്യമുണ്ട്. അതിനും തടയിടാൻ വേണ്ടിയിട്ടാണ് കെമു പോലുള്ള സാങ്കേതിക സംവിധാനങ്ങളുള്ള എക്സൈസിന്റെ പുതിയ സ്ക്വാഡിന് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇടുന്നത്. ഈ മാസം, അതായത് ന്യൂ ഇയർ വരേക്ക്, ഈ മാസം 30-31-ാം തീയതി കഴിഞ്ഞ അടുത്ത ദിവസം 1-ാം തീയതി ന്യൂ ഇയർ വരെ ഇത്തരത്തിലുള്ള പരിശോധനയും സ്പെഷ്യൽ ഡ്രൈവും കെമു പോലുള്ള അതിർത്തി പ്രദേശങ്ങളിലെ മൊബൈൽ യൂണിറ്റുള്ള സാങ്കേതിക സംവിധാനമുള്ള എക്സൈസിന്റെ പരിശോധനയും തുടരും. മനീഷ് മഹിവാൽ, നമ്മുടെ മിനിബാവും ഹരിഗോവിന്ദും ഒക്കെ അവർ റോഡിലൊക്കെ ഇതൊരു ബഹളമാവും, ഭയങ്കര അനൗൺസ്മെൻറ്റും ഇത് കഴിഞ്ഞാൽ ഇവരൊക്കെ മാളത്തിൽ വിളിക്കുമോ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. അപ്പോൾ എന്താ, നാളെയാണ് കുട്ടിക്കലാശം. 7 ജില്ലകളിലെ കുട്ടിക്കലാശം വളരെ വിപുലമായി പ്രേക്ഷകരിലെത്തിക്കാനുള്ള എല്ലാ ഒരുക്കങ്ങളും നമ്മൾ ചെയ്തു കഴിഞ്ഞു. നാടും നഗരവും ഉണർന്നു കഴിഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം. 7 ജില്ലകളിലെ പരസ്യപ്രചാരണമാണ് നാളെ അവസാനിക്കുക. അപ്പോൾ ഈ 7 ജില്ലകളിലെ പരസ്യപ്രചാരണം അവസാനിക്കുന്നതിൻ്റെ ഭാഗമായി ഏറ്റവും അവസാനമുള്ള കലാശം കുട്ടിക്കയറുന്ന വേളയിൽ നമ്മുടെ 24ന്റെ ക്യാമറ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഒരു ഷോട്ടും നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി എല്ലാവിധമായ ഒരുക്കങ്ങളും ചെയ്തു കഴിഞ്ഞു. വി ആർ ഇലക്ഷൻ മാസ്റ്റേഴ്സ്, ഇലക്ഷൻ സ്പെഷ്യലിസ്റ്റ്. നമുക്കൊപ്പം തന്നെ തുടരുക. 13-ാം തീയതി ഞാനും വാഷ്മി വിജയകുമാറും തെരഞ്ഞെടുപ്പ് വോട്ടെണ്ണൽ നടക്കുന്ന ദിവസം അതും നമ്മൾ കുട്ടിക്കയറും. അപ്പോൾ ഇവിടെ ഒരു കുട്ടിക്കലാശം ഉണ്ടാവും. അത് 13-ാം തീയതിയാണ് എന്ന് മാത്രം. ഇനി മൂന്നാറിൽ BJP സ്ഥാനാർത്ഥിക്ക് വേണ്ടി വോട്ട് അഭ്യർത്ഥിച്ചിട്ടില്ലെന്ന ദേവികുളം മുൻ MLA S രാജേന്ദ്രൻ. CPM-ന് വോട്ട് ചെയ്യണമെന്ന് പറയാൻ എനിക്ക് താല്പര്യമില്ല. നിലവിൽ ഒരു രാഷ്ട്രീയ കക്ഷിയിലും താൻ അംഗമല്ലെന്നും S രാജേന്ദ്രൻ. 24 പ്രൈം ടൈം ബ്രേക്കിംഗ്. പരസ്യമായി ആർക്കും വോട്ട് ചോദിച്ച് ഇറങ്ങിയിട്ടില്ല. പക്ഷേ മുൻകാല അനുഭവത്തിൽ എന്നെ സഹായിച്ചിട്ടുള്ളവർക്ക് ഇടപെട്ട് വോട്ട് അവർക്ക് ചെയ്യാൻ ചില സ്ഥലങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. അത്രത്തോളം ശത്രുതാ മനോഭാവമായി നിലപാട് സ്വീകരിക്കുന്ന CPM-ൻ്റെ നേതാക്കളോടൊപ്പം അവരുടെ നിലനിൽപ്പിനെ വോട്ട് അഭ്യർത്ഥിക്കുവാനും വോട്ട് ചെയ്യണമെന്ന് പറയുവാനും ആഗ്രഹമില്ല. രാഹുൽ വിജയൻ ഇടുക്കിയിൽ നിന്ന് തത്സമയം ചേരുന്നു. പറയൂ രാഹുൽ വിജയൻ, S രാജേന്ദ്രൻ ഇപ്പോഴും ഒരു സഹയാത്രികനായി കാണാൻ CPM-ന് ബുദ്ധിമുട്ടാണ്. തീർച്ചയായിട്ടും 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷമാണ് CPM-ഉമായിട്ട് S രാജേന്ദ്രൻ അകന്നത്. അകൽച്ച ഇപ്പോഴും തുടരുകയാണ്. പക്ഷേ ഇടക്കാലത്ത് എപ്പോഴെങ്കിലും S രാജേന്ദ്രൻ ഏതെങ്കിലും പാർട്ടി മാറുന്നതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ ഉയർന്നു വരാറുണ്ട്. അതിന് S രാജേന്ദ്രൻ തന്നെ വഴിവെക്കാറുമുണ്ട് എന്നുള്ളത് ഇതിനു മുമ്പുള്ള സാഹചര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കി തന്നിട്ടുള്ളതുമാണ്. ഇത്തവണ സമാനമായ രീതിയിൽ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഘട്ടത്തിൽ ഈ BJP സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി S രാജേന്ദ്രൻ വോട്ട് അഭ്യർത്ഥിച്ചു പരസ്യമായി എന്നുള്ളതായിരുന്നു ഉയർന്നു വന്ന ആരോപണം. അതിന് ചില തെളിവുകളും അന്തരീക്ഷത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. എന്നാൽ താൻ BJP സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി വോട്ട് അഭ്യർത്ഥിച്ചിട്ടില്ല. മുൻകാലങ്ങളിൽ താൻ MLA ആയി പ്രവർത്തിച്ചിരുന്ന കാലഘട്ടത്തിൽ, MLA ആയി മത്സരിക്കുന്ന ഘട്ടത്തിൽ രാഷ്ട്രീയ ഭേദമന്യേ തനിക്കൊപ്പം നിന്നിരുന്ന അല്ലെങ്കിൽ തനിക്ക് വേണ്ടി പ്രവർത്തിച്ച ആളുകൾ ഇപ്പോൾ BJP സ്ഥാനാർത്ഥികളായി മത്സരിക്കുന്നുണ്ട്.
അവർക്ക് വോട്ട് ചെയ്യണമെന്ന് ഫോണിലൂടെ വിളിച്ച് പറയുക മാത്രമാണ് ചെയ്തത്. നേരിട്ട് പരസ്യ പ്രചരണത്തിന് ഇറങ്ങിയിട്ടില്ല എന്നുള്ളതാണ് എസ് രാജേന്ദ്രന്റെ വിശദീകരണം. മാത്രമല്ല, ഏതെങ്കിലും ഒരാളോട് നേരത്തെ മുൻപ് CPM-ലോ CPI-ലോ ഉണ്ടായിരുന്ന ആളുകളോട് BJP സ്ഥാനാർത്ഥിയാകരുതെന്ന് പറഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ BJPക്ക് വോട്ട് ചെയ്യരുതെന്നും താൻ പറഞ്ഞിട്ടില്ല. പക്ഷെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ താൻ ഉറച്ച നിലപാടിലാണ്. CPI-ന് വോട്ട് ചെയ്യാൻ പറയണമെന്ന് താൻ താല്പര്യപ്പെടുന്നില്ല എന്നുള്ളതാണ് എസ് രാജേന്ദ്രൻ പറയുന്നത്. അതായത് ഏതെങ്കിലും വിധത്തിൽ താൻ ഇപ്പോഴും CPM-ലാണെന്ന് വാദിക്കാൻ എസ് രാജേന്ദ്രൻ തയ്യാറാകുന്നില്ല. മാത്രമല്ല, കൂടെ പറഞ്ഞു വെക്കുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്. BJPയോട് മുൻപുണ്ടായിരുന്ന ആളുകളുടെ ഒരു എതിർപ്പ് അത് മാറിയിട്ടുണ്ട്. ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ അങ്ങനെയല്ല. കേന്ദ്രത്തിൽ ഭരണമുള്ള ഒരു പാർട്ടിയാണ്. അതുകൊണ്ട് തന്നെ അത്രത്തോളം മുൻപുണ്ടായിരുന്ന ഒരു എതിർപ്പോ അല്ലെങ്കിൽ ദേഷ്യമോ ഒന്നും BJPയുടെ ആളുകൾക്ക് ഇപ്പോഴില്ല എന്നുകൂടി എസ് രാജേന്ദ്രൻ പറഞ്ഞു വെക്കുന്നുണ്ട്. അതിനർത്ഥം മനസ്സിലാക്കാനും കഴിയുന്ന, അല്ലെങ്കിൽ പ്രാദേശികമായിട്ടുള്ള BJP നേതാക്കളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനും കഴിയുന്നത്, BJPയുമായിട്ടുള്ള സഹകരണം എസ് രാജേന്ദ്രൻ അന്തർധാരയിൽ സജീവമായിട്ട് തന്നെ നടത്തുന്നുണ്ട്. പക്ഷേ പ്രത്യക്ഷത്തിൽ ഏതെങ്കിലും തരത്തിൽ ആരോപണം വന്നപ്പോൾ അതിനെ പൂർണ്ണമായിട്ട് എതിർക്കുകയും ചെയ്യുന്ന നിലപാട് എസ് രാജേന്ദ്രൻ സ്വീകരിക്കുകയും ചെയ്തു എന്നുള്ളതാണ് SKN. രാഹുൽ വിജയനാണ് നമുക്കൊപ്പം ചേർന്ന്. സൗമ്യ ഷിബു പറയുന്നു, SKൻ്റെ ഒരു പുഞ്ചിരി കണ്ടിട്ട് സന്തോഷം തോന്നുന്നു എന്നാണ് പറയുന്നത്. ഞാനിപ്പോൾ ഈ തൃശ്ശൂരിൽ നിന്ന് എറണാകുളത്തേക്ക് ഇപ്പോൾ ഒരു യാത്ര കഴിഞ്ഞ് വരികയായിരുന്നു. അപ്പോൾ ഈ വഴിയിൽ ഈ അങ്കമാലി കഴിയുമ്പോൾ ഒരു വൈഭവം എന്നൊരു ചായക്കട കയറി. അവിടെ ഒരു 2-3 ഫാമിലി കണ്ട്. അതിലൊരു മോളെ കണ്ടപ്പോൾ എനിക്ക് വല്ലാത്തൊരു ഇഷ്ടം തോന്നി. ഞാൻ ശരിക്കും ആ മോളെക്കുറിച്ച് ഈ ലൈവിൽ നിന്നുകൊണ്ട് ഓർത്തപ്പോഴാണ് എനിക്ക് മുഖത്തൊരു ചിരി വന്നത്. കാര്യം അത്ര ഒരു ഇന്നസെൻസ് ഉള്ളൊരു കുട്ടി. നമുക്ക് അങ്ങനെയൊക്കെയുള്ള ആൾക്കാരെ കാണുമ്പോൾ ഒരു സന്തോഷം വരില്ലേ? ഇനി കൊല്ലം കുട്ടി മൈലക്കാട് നിർമ്മാണത്തിൽ നിന്ന് ദേശീയപാത തകർന്ന സംഭവത്തിൽ അന്വേഷണം പ്രഖ്യാപിച്ച് ദേശീയപാത അതോറിറ്റി. അപകടത്തിൻ്റെ ഉത്തരവാദിത്വം കേരളത്തിൻ്റെ തലയിലിടാൻ നോക്കേണ്ടെന്നും നിർമ്മാണത്തിൻ്റെ മുഴുവൻ കാര്യങ്ങളും നോക്കുന്നത് ദേശീയപാത അതോറിറ്റിയാണെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. റീൽസ് എടുക്കാൻ ഓടി നടക്കുന്നവർക്ക് ഒരു ഉത്തരവാദിത്വം വേണ്ടേ എന്നാണ് പ്രതിപക്ഷ നേതാവിൻ്റെ ഇന്നത്തെ പരിഹാസം. നിർമ്മാണത്തിലിരുന്ന ദേശീയപാതയുടെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞു വീണതിൽ കൃത്യമായ മറുപടി നൽകാൻ ദേശീയപാത അതോറിറ്റിക്കോ നിർമ്മാണ കമ്പനിക്കോ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അതേസമയം കളക്ടർ വിളിച്ചു ചേർത്ത ഉദ്യോഗസ്ഥതല യോഗത്തിൽ അപകടം സംബന്ധിച്ച് ഉന്നതതല അന്വേഷണം നടക്കുമെന്ന് ദേശീയപാത അതോറിറ്റി അറിയിച്ചു. ഡൽഹിയിൽ നിന്നുള്ള 3 അംഗ സംഘമാകും അന്വേഷണം നടത്തുക. ഇതുകൂടാതെ സംസ്ഥാന പൊതുമരാമത്ത് വകുപ്പ്, ജില്ലാ ജിയോളജിസ്റ്റ്, ഗ്രൗണ്ട് വാട്ടർ ഡിപ്പാർട്ട്മെന്റ് എന്നീ വിവിധ വകുപ്പുകളുടെ സംയുക്ത അന്വേഷണത്തിനും കളക്ടർ നിർദ്ദേശം നൽകി. കരാർ കമ്പനിക്ക് ദേശീയപാത അതോറിറ്റി 1 മാസത്തേക്ക് വിലക്കേർപ്പെടുത്തി. റോഡ് തകരാൻ കാരണം ബെയറിംഗ് ശേഷിയുടെ പരാജയമെന്നാണ് പ്രാഥമിക കണ്ടെത്തൽ. വീഴ്ച കേരളത്തിന്റെ തലയിലിടാമെന്ന് കരുതേണ്ടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. അതിൻ്റെ നിർമ്മാണ കാര്യങ്ങളൊക്കെ നിർവഹിക്കുന്നത് നാഷണൽ ഹൈവേ അതോറിറ്റി തന്നെയാണ്. തൽക്കാലം അതൊന്ന് കേരളത്തിലെ ഗവൺമെൻറ് പള്ളിക്കിടാം എന്നൊരു താല്പര്യത്തിൻ്റെ ഭാഗമാണ് ഈ ചോദ്യമെന്ന് മനസ്സിലായി. പക്ഷെ വഴിയില്ല. എല്ലാ കാര്യങ്ങളും നിർവഹിക്കുന്നത് അവരാണ്. സംസ്ഥാനത്ത് വ്യാപകമായി ഹൈവേ തകർന്നതിൽ സർക്കാരിന് ഒരു പരാതിയുമില്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ കുറ്റപ്പെടുത്തി. സംസ്ഥാന ഗവൺമെന്റ് കേന്ദ്ര ഗവൺമെന്റിന്റെയോ ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രിയുടെയോ മുൻപാകെ ഒരു പരാതിയില്ല. അപ്പൊ റീലിട്ട് നടക്കുന്ന ആളുകൾക്ക് ഇത് ഉത്തരവാദിത്വമില്ലേ? ദേശീയപാത നിർമ്മാണം തലയിൽ ചൂടി നടന്ന ആളാണ് മുഖ്യമന്ത്രി എന്നായിരുന്നു KC വേണുഗോപാലിന്റെ പരിഹാസം. ദേശീയപാത ഇടിഞ്ഞതിന്റെ ഉത്തരവാദിത്തം NHAIക്കെന്നും ഭൂമി ഏറ്റെടുത്ത് കൊടുത്തു എന്നല്ലാതെ സംസ്ഥാന സർക്കാരിന് ഒരു ബന്ധവുമില്ലെന്നും മന്ത്രി KN ബാലഗോപാൽ വ്യക്തമാക്കി. സ്ഥലത്ത് വാഹന ഗതാഗതം നിയന്ത്രിക്കാൻ കൂടുതൽ ട്രാഫിക് വാർഡർമാരെ നിയമിക്കും. അപകടം നടന്ന സ്ഥലത്തിന്റെ ഇരുവശം ബലപ്പെടുത്താനും കളക്ടർ വിളിച്ച യോഗത്തിൽ തീരുമാനമായി. 24 കൊല്ലം. തുടർച്ചയായ 5ാം ദിവസവും ഇൻഡിഗോ വിമാന സർവീസുകൾ കൂട്ടത്തോടെ റദ്ദാക്കിയതോടെ രാജ്യത്തെ വ്യോമയാന ഗതാഗതം താറുമാറായി. ഇന്ന് മാത്രം 1000-ലധികം സർവീസുകളാണ് റദ്ദാക്കിയത്. പ്രതിസന്ധി മുതലെടുത്ത് ടിക്കറ്റ് നിരക്ക് കുത്തനെ ഉയർത്തിയതോടെ വിമാന കമ്പനികൾക്ക് വ്യോമയാന മന്ത്രാലയം കടിഞ്ഞാണിട്ടു. നിരക്ക് പരിധി നിശ്ചയിച്ച് വ്യോമയാന മന്ത്രാലയം ഇന്ന് ഉത്തരവും ഇറക്കി. രാജ്യത്തെ വിമാനയാത്രികരുടെ ദുരിതം അവസാനിക്കുന്നില്ല. ഇൻഡിഗോ സർവീസുകൾ റദ്ദാക്കിയതറിയാതെ വിമാനത്താവളങ്ങളിലെത്തിയ ആയിരങ്ങൾ ഇന്നും വലഞ്ഞു. ബംഗളൂരു, ഡൽഹി, ഹൈദരാബാദ്, മുംബൈ അടക്കം പ്രധാന വിമാനത്താവളങ്ങളിൽ ഉൾപ്പെടെ 1000-ഓളം സർവീസുകളാണ് റദ്ദാക്കിയത്. ഇത് മുതലെടുത്ത് എയർ ഇന്ത്യ അടക്കമുള്ള വിമാന കമ്പനികൾ ടിക്കറ്റ് നിരക്ക് കുത്തനെ കൂട്ടി. ഡൽഹി തിരുവനന്തപുരം യാത്രയ്ക്ക് 80,000 രൂപ വരെയും ഡൽഹി കൊച്ചി യാത്രയ്ക്ക് 70,000 രൂപ വരെയും ഈടാക്കിയിരുന്നു. കാര്യങ്ങൾ കൈവിട്ടതോടെ വ്യോമയാന മന്ത്രാലയം പ്രശ്നത്തിൽ ഇടപെട്ടു. ടിക്കറ്റ് നിരക്കിന് പരിധി ഏർപ്പെടുത്തി. 500 കിലോമീറ്റർ വരെ പരമാവധി 7,500 രൂപയാണ് ഇനി കമ്പനികൾക്ക് ഈടാക്കാനാവുക. 500 മുതൽ 1000 കിലോമീറ്റർ ദൂരത്തിന് 12,000 രൂപ, 1000 മുതൽ 1500 കിലോമീറ്ററിന് 15,000 രൂപ, 1500-ന് മുകളിൽ പരമാവധി 18,000 രൂപ എന്നിങ്ങനെയാണ് പുതിയ പരിധി.
ബിസിനസ് ക്ലാസ്സിന് പരിധി ബാധകമല്ല. കൂടാതെ റദ്ദാക്കിയ വിമാനങ്ങളിലെ എല്ലാ യാത്രക്കാർക്കുമുള്ള റീഫണ്ട് നാളെ രാത്രി 8 മണിക്കകം മടക്കി നൽകാനും നിർദ്ദേശം നൽകി. പ്രശ്നം പ്രധാനമന്ത്രിയെയും വ്യോമയാന മന്ത്രാലയം ധരിപ്പിച്ചു. പുതിയ പൈലറ്റ് ഡ്യൂട്ടി വിശ്രമ മാനദണ്ഡങ്ങൾ പാലിക്കുന്നതിൽ ഇളവ് വേണമെന്ന ഇൻഡിഗോയുടെ ആവശ്യം പരിഗണിച്ച് ഫെബ്രുവരി 10 വരെ സർക്കാർ താൽക്കാലിക ഇളവ് നൽകുകയും ചെയ്തു. രാജ്യത്ത് ഒരു കമ്പനിക്ക് മാത്രം ആധിപത്യം ലഭിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നമാണിതെന്നും സർക്കാർ ഉത്തരവാദിത്തം ഏറ്റെടുക്കണമെന്നും പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. അടുത്ത 2-3 ദിവസങ്ങൾക്കുള്ളിൽ കാര്യങ്ങൾ സാധാരണ നിലയിലാകുമെന്നാണ് ഇൻഡിഗോയുടെ വിശദീകരണം. യാത്രക്കാരുടെ ദുരിതം ലഘൂകരിക്കുന്നതിന് റെയിൽവേ പ്രത്യേക ട്രെയിൻ സർവീസുകൾ തുടങ്ങുകയും തിരക്കേറിയ റൂട്ടുകളിൽ അധിക കോച്ചുകൾ അനുവദിക്കുകയും ചെയ്തു. 24 ഡൽഹി. മറ്റൊരു വാർത്തയിലേക്ക്. എറണാകുളം കലാഭവൻ റോഡിലെ അടച്ചിട്ട വീട്ടിൽ യുവാവിൻ്റെ മൃതദേഹം, തലയ്ക്ക് മുറിവേറ്റ പാടുണ്ട്. എറണാകുളം സെൻട്രൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. മറ്റൊരു വാർത്തയിലേക്ക്. ഇൻഡിഗോ വിമാന പ്രതിസന്ധിയെ തുടർന്ന് കേരളത്തിൽ നിന്നുള്ള 20-ലേറെ സർവീസുകളാണ് റദ്ദാക്കിയത്. നിരവധി വിമാനങ്ങൾ വൈകുന്നത് ശബരിമല തീർത്ഥാടകരെയും വിദേശ രാജ്യങ്ങളിലേക്ക് പോകേണ്ടവരെയും എല്ലാം വലച്ചിട്ടുണ്ട്. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെ ഇൻഡിഗോ കൗണ്ടറിൽ മണിക്കൂറുകളായി കാത്തുനിൽക്കുന്ന യാത്രക്കാരുടെ അവസ്ഥയാണിത്. പ്രതിസന്ധിയിൽ രോഗികൾ ഉൾപ്പെടെ വലഞ്ഞു. അയ്യപ്പ ഭക്തരും ജോലിക്കാരും പരീക്ഷ എഴുതാൻ പോകുന്നവരുമെല്ലാം മണിക്കൂറുകളാണ് കുടുങ്ങിക്കിടന്നത്. ഇവരെ ഒരു അറിയിപ്പെങ്കിലും തരണ്ടേ. കൃത്യസമയത്ത് വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ അവരുടെ ബോർഡിൽ നോക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ഫ്ലൈറ്റ് ക്യാൻസലാക്കിയത്. നമുക്ക് ബാംഗ്ലൂരിൽ നിന്ന് ഓസ്ട്രേലിയക്ക് പോകാനുള്ള കൊച്ചാ. നാളെ പോയി നാളെ കഴിഞ്ഞ് ഡ്യൂട്ടി കയറേണ്ട ആളാണ്. ഇന്ത്യക്ക് അഹമ്മദാബാദാണ് ഇപ്പോൾ കട്ടായിരിക്കുന്നത്. ആ കുട്ടിക്ക് നാളെ പരീക്ഷ എഴുതാനുള്ളതാണ്. PSCയുടെ ഗുജറാത്തിലെ പരീക്ഷ എഴുതാനുള്ളതാണ്. ഇപ്പോൾ അത് തിരുവനന്തപുരത്ത് സെമിനാറിന് വന്നതാണ്. നെടുമ്പാശ്ശേരിയിൽ മാത്രം റദ്ദാക്കിയത് 8 വിമാനങ്ങളാണ്. തിരുവനന്തപുരത്ത് 10 വിമാന സർവീസുകളെയാണ് ഇൻഡിഗോ പ്രതിസന്ധി ബാധിച്ചത്. ഞാനിപ്പോൾ 6:15 ആയപ്പോൾ എത്തിയതാണ്. 9:45 ഫ്ലൈറ്റാണ്. അപ്പം ഇതുവരെ നമുക്ക് ഇൻഡിബേഷൻ ഒന്നും വന്നിട്ടില്ലായിരുന്നു, ക്യാൻസലേഷൻ്റെ ഒന്നും. അപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് ഇല്ല, ഇന്നും നാളെ ഇല്ല എന്ന് പറയുന്നത്. അപ്പോൾ പിന്നെ 8-ാം തീയതിക്ക് വേണമെങ്കിൽ റീഷെഡ്യൂൾ ചെയ്യാമെന്ന് പറയുന്നു. പക്ഷേ 8-ാം തീയതിയും ഉണ്ടോ ഇല്ലയെന്ന് അറിയത്തില്ല. ഞാനൊരു എക്സാമിൻ്റെ ഭാഗമായിട്ട് പോവുക. കരിപ്പൂർ വിമാനത്താവളത്തിലും സർവീസുകൾ മുടങ്ങി. രാവിലെ 10-ന് പുറപ്പെടേണ്ട ഹൈദരാബാദ് വിമാനം റദ്ദാക്കി. കരിപ്പൂരിൽ നിന്നുള്ള ദുബായ്, ദമാം, ജിദ്ദ വിമാനങ്ങൾ വൈകുമെന്ന് ഇൻഡിഗോ അധികൃതർ അറിയിച്ചു. കണ്ണൂരിൽ നിന്ന് ഡൽഹിയിലേക്കുള്ള 2 വിമാനങ്ങൾ റദ്ദാക്കി. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 കൊച്ചി. പാലക്കാട് മലമ്പുഴയിൽ ഇറങ്ങിയ പുലിയെ പിടികൂടാൻ കൂട് സ്ഥാപിച്ചു. മലമ്പുഴ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപമാണ് വനംവകുപ്പ് കൂട് സ്ഥാപിച്ചത്. ഗൂഗിൾ കെ വേണുഗോപാൽ പാലക്കാട് നിന്ന് ചേരുന്നു. പറയൂ ഗൂഗിൾ. കഴിഞ്ഞ ശനിയാഴ്ച രാത്രിയായിരുന്നു ഇത്തരത്തിൽ ആദ്യം പുലിയ പ്രദേശത്ത് കാണുന്നത്. മലമ്പുഴയിൽ കാറിൽ പോകുന്ന യാത്രികരായിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നത്. മലമ്പുഴ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപത്തുള്ള മതിലിന് മുകളിലായിരുന്നു പുലി ഉണ്ടായിരുന്നത്. പിന്നീട് അവിടെയുള്ള തോട്ടം തൊഴിലാളികളും തൊട്ടടുത്ത ദിവസങ്ങളിലൊക്കെ പുലിയെ കാണുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ കർശനമായിട്ടുള്ള നിരീക്ഷണവും പരിശോധനയും ഉണ്ടായി. അവിടെ CCTVകൾ സ്ഥാപിച്ചു. അതോടൊപ്പം തന്നെ പോലീസിന്റെയും വനംവകുപ്പിന്റെയും ഒക്കെ കർശനമായ നിരീക്ഷണങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അടിക്കടി ഇത്തരത്തിൽ പുലിയുടെ സാന്നിധ്യം കണ്ടെത്തുന്ന സാഹചര്യം, നാട്ടുകാർ അതിന്റെ ശബ്ദം കേൾക്കുന്ന സാഹചര്യം ഒക്കെ ഉണ്ടായതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് ഉച്ചയോടെയാണ് വിദഗ്ധ സമിതിയുടെ ഒരു യോഗം ചേരുകയും കൂട് സ്ഥാപിക്കാൻ ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് വൈകിട്ടോട് കൂടിയിട്ട് ആ പ്രദേശത്ത് ഈ പറഞ്ഞതുപോലെ കൂട് സ്ഥാപിച്ചിട്ടുള്ളത്. ജലസേചന വകുപ്പിന്റെയും ജയിൽ വകുപ്പിന്റെയും ഒക്കെ പ്രദേശമാണ്. ഇവിടെ കാട് മൂടിക്കിടക്കുന്ന അന്തരീക്ഷമാണ്. അത് വെട്ടിത്തെളിക്കാത്തതാണ് പുലിയുടെ സാന്നിധ്യം സ്ഥിരമായി അവിടെ ഉണ്ടാവാൻ കാരണം എന്നൊരു പരാതി നാട്ടുകാർ പറയുന്നുണ്ട്. എന്തായാലും ആ കാട് വെട്ടിത്തെളിക്കാൻ ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കാനും തീരുമാനമായിട്ടുണ്ട് എന്നാണ് അധികൃതർ പറയുന്നത്. SKN. പ്രിയപ്പെട്ട പ്രേക്ഷകരിൽ ചില ആൾക്കാരൊക്കെ തന്നെ നമ്മുടെ വാർഷിക ദിനത്തെക്കുറിച്ച് ഓർമ്മിപ്പിക്കുന്നുണ്ട്. വാർഷികം യഥാർത്ഥത്തിൽ ഇത്തവണ ഈ തെരഞ്ഞെടുപ്പിൻ്റെ അലിവലിയും മറ്റു ചില കേസിൻ്റെ വിധികളും ഒക്കെ വരുന്ന പശ്ചാത്തലത്തിൽ നമുക്ക് ഈ ആഘോഷം നന്നായി കൊണ്ടാടേണ്ട സംപ്രേഷണ സമയം കിട്ടില്ല എന്നതുകൊണ്ട് കാര്യമായ ആഘോഷം നമ്മൾ ജനുവരിയിലേക്ക് മാറ്റും. എന്നാൽ നാളെ ഈ നമ്മുടെ ഈ വാർഷിക ആഘോഷവേളയിൽ നമ്മൾ ചില പ്രഖ്യാപനങ്ങളൊക്കെ നാളെ മോർണിംഗ് ഷോയിൽ നടത്തുന്നുണ്ട്. എന്നാൽ കാര്യമായ ആഘോഷം നമുക്ക് ജനുവരി മാസത്തേക്ക് നമ്മൾ നീട്ടിവെക്കുകയാണ്. നിങ്ങൾക്കറിയാം, ഈ തെരഞ്ഞെടുപ്പ് ഉത്സവം കൊടിപാറുന്ന ദിവസം ചില കോടതി വിധികൾ വരുന്ന ദിവസം, അങ്ങനെ ഒരുപാട് സമയം ഈ ടെലിവിഷൻ്റെ നമ്മൾ പ്രത്യേകിച്ച് 24 അപകരിക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ നമ്മൾ ചില പ്രഖ്യാപനങ്ങൾ നാളെ നടത്തും. അത് ഒരുപക്ഷെ നമ്മൾ ഇന്ത്യൻ ടെലിവിഷൻ എന്നല്ല, വേൾഡ് ടെലിവിഷൻ തന്നെ ആദ്യ സംഭവമായിരിക്കും ചില കാര്യങ്ങൾ. അതൊക്കെ നാളെ നമുക്ക് കാണാം. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവത്തിലേക്കാണ്. ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് നേടിയ ശേഷം മോഹൻലാൽ ആദ്യമായി മമ്മൂട്ടിയെ നേരിൽ കണ്ടു. കൊച്ചിയിൽ മഹേഷ് നാരായണൻ സംവിധാനം ചെയ്യുന്ന പേറ്റിയെട്ടിൻ്റെ സെറ്റിൽ വെച്ചായിരുന്നു കൂടിക്കാഴ്ച. ഫാൽക്കെ അവാർഡ് നേടിയ മോഹൻലാലിനെ മമ്മൂട്ടി അഭിനന്ദിച്ചു. സംവിധായകൻ മഹേഷ് നാരായണൻ
നിർമ്മാതാക്കളായ ആന്റണി പെരുമ്പാവൂർ, CR സലീം, ആൻഡ്രോ ജോസഫ്, കുഞ്ചാക്കോ ബോബൻ, രമേഷ് പിഷാരടി തുടങ്ങിയവർ ഈ കൂടിക്കാഴ്ചയ്ക്ക് സാക്ഷികളായി. SIR നടപടിക്രമങ്ങൾക്ക് സമയം നീട്ടി നൽകിയത് പര്യാപ്തമല്ലെന്ന BJP ഒഴികെയുള്ള രാഷ്ട്രീയ കക്ഷികൾ ഡിസംബർ അവസാനം വരെയെങ്കിലും സമയം നീട്ടണമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ വിളിച്ചു ചേർത്ത യോഗത്തിൽ LDF, UDF പ്രതിനിധികൾ ആവശ്യപ്പെട്ടു. പ്രവാസികളുടെ ആശങ്ക അകറ്റുമെന്നും 5 ലക്ഷത്തിലധികം വോട്ടേഴ്സിനെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ അറിയിച്ചു. കേരളത്തിനായി SIR പ്രവർത്തനങ്ങൾ ഒരാഴ്ച കൂടി ദീർഘിപ്പിച്ചെങ്കിലും ഇനിയും കൂടുതൽ സമയം വേണമെന്നാണ് ആവശ്യം. BJP ഒഴികെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ ഡിസംബർ അവസാനം വരെയെങ്കിലും സമയം നീട്ടി നൽകണമെന്ന് ആവശ്യപ്പെട്ടു. അടിസ്ഥാന ആവശ്യങ്ങൾക്ക് വേണ്ടി കോടതിയെ സമീപിക്കേണ്ടി വരുന്നത് ദൗർഭാഗ്യകരമാണെന്നും ഇടത് പാർട്ടികൾ യോഗത്തിൽ അറിയിച്ചു. സുപ്രീം കോടതിയെ നീതിപീഠത്തെ തന്നെ അതിശയിപ്പിച്ച കാര്യങ്ങൾ അവിടെ ഉണ്ടായി. എന്തുകൊണ്ട് ഇലക്ഷൻ കമ്മീഷൻ ഇത് മനസ്സിലാകുന്നില്ല എന്ന് ചോദിക്കേണ്ടി വന്നതല്ല. കോടതിയുടെ തന്നെ കോടതി ഇലക്ഷൻ കമ്മീഷനെ മാനിച്ചുകൊണ്ടാണ് ഉത്തരവിറക്കാത്തത്. കോടതിയുടെ ഡയറക്ഷൻ വന്നത് നമ്മൾ കണ്ടതാണ്. CEO സാർ ഇവിടെ പറഞ്ഞ കണക്കും ശരിയല്ല. ഈ കണക്ക് വെച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ ബീഹാറിൽ സംഭവിച്ചതുപോലെ കേരളത്തിൽ 34 ലക്ഷത്തോളം വോട്ടർമാർ പുറത്തേക്ക് പോകും. അപ്പോൾ അടിയന്തരമായി BLO മീറ്റിംഗ് ഒന്നുകൂടി വിളിക്കുകയും വിദേശത്ത് ജനിച്ചവർക്ക് പൗരത്വം നേടാനുള്ള ഫോം സംവിധാനം കമ്മീഷൻ വെബ്സൈറ്റിൽ ഇല്ലെന്നും പ്രവാസികൾ ആശങ്കയിലാണെന്നും ലീഗ് പ്രതിനിധി യോഗത്തിൽ പറഞ്ഞു. പ്രവാസികളുടെ ആശങ്ക അകറ്റാൻ യോഗം വിളിക്കാമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൽക്കർ യോഗത്തെ അറിയിച്ചു. എല്ലാവരുടെ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഒരു എക്സ്റ്റൻഷൻ നമുക്ക് ലഭ്യമായിട്ടുള്ളത്. ഇത് നമ്മൾ കൃത്യമായിട്ട് യൂട്ടിലൈസ് ചെയ്യണം. അത് എല്ലാ ബൂത്ത് ലെവൽ ഏജൻസിയുടെ സഹായം നമുക്ക് ഈ ഘട്ടത്തിൽ ആവശ്യമാണ്. എല്ലാ കാര്യങ്ങളും നമ്മൾ കൃത്യമായിട്ട് മിനിറ്റ്സിൽ രേഖപ്പെടുത്തുന്നുണ്ട്. തങ്ങൾക്ക് സർക്കുലേറ്റ് ചെയ്യുന്ന മിനിറ്റ്സ് തന്നെയാണ് നമ്മൾ ഇലക്ഷൻ കമ്മീഷനുക്ക് നമ്മൾ അയച്ചു കൊടുക്കുന്നത്. 5,66,182 വോട്ടർമാരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലെന്നും ഒന്നിൽ കൂടുതൽ തവണ വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ട 1,12,569 വോട്ടർമാരുണ്ടെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ പറഞ്ഞു. 24 തിരുവനന്തപുരം. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന് മേൽ രാഷ്ട്രീയ സമ്മർദ്ദമുണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആരോപിച്ചു. കേസുമായി ബന്ധപ്പെട്ട് തന്ത്രിമാരുടെ മൊഴി വീണ്ടും രേഖപ്പെടുത്തും. ഉന്നത തലത്തിലേക്ക് അന്വേഷണം നീങ്ങണം എന്ന ഹൈക്കോടതി നിർദ്ദേശത്തെ തുടർന്നാണ് SITയുടെ പുതിയ നീക്കം. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ മുൻ പ്രസിഡന്റ് N വാസുവിന്റെ ജാമ്യാപേക്ഷയിൽ ഹൈക്കോടതി പോലീസിനോട് റിപ്പോർട്ട് തേടി. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിലെ പ്രധാന പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയും തന്ത്രിമാരും തമ്മിലുള്ള ബന്ധത്തിൽ കൂടുതൽ വ്യക്തത വരുത്താനാണ് SITയുടെ നീക്കം. ദേവസ്വം വകുപ്പിലേക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റി അപേക്ഷ നൽകിയിട്ടുണ്ടോ എന്ന കാര്യത്തിൽ സ്ഥിരീകരണം നടത്തും. ഇതിനായി ദേവസ്വം വകുപ്പും ദേവസ്വം ബോർഡും കേന്ദ്രീകരിച്ച് കൂടുതൽ അന്വേഷണം നടത്താനാണ് തീരുമാനം. സന്നിധാനത്തെ ഉരുപ്പടികളുടെ ശാസ്ത്രീയ പരിശോധനാ ഫലം നിർണായകമാണ്. ഒരാഴ്ചക്കുള്ളിൽ ഫലം വരും. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസ് അന്വേഷണത്തിൽ SITക്കുമേൽ സമ്മർദ്ദമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. കേസിൽ മുഖ്യമന്ത്രിയുടെ വിശ്വസ്തരാണ് ജയിലിലായത്. മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്യേണ്ട സമയം കഴിഞ്ഞുവെന്നും VD സതീശൻ. ഇപ്പോൾ തന്നെ SITയുടെ മീതെ അതിശക്തമായ സമ്മർദ്ദമുണ്ട്. തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്. SIT കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ഒരു ഫംഗ്ഷനിങ് അല്ല. ഇല്ലെങ്കിൽ മുൻ മന്ത്രി ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കേണ്ട സമയം അതിക്രമിച്ചു. അപ്പോൾ SIT ഹൈക്കോടതി രൂപീകരിച്ച SIT ഹൈക്കോടതി രൂപീകരിച്ചാണെങ്കിലും സംസ്ഥാനത്ത് ആഭ്യന്തര വകുപ്പിന്റെ കീഴിലുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരാണ്. അവരുടെ മീതെ ഒരു അനാവശ്യമായ സമ്മർദ്ദം ചെലുത്തി ഈ തെരഞ്ഞെടുപ്പ് കഴിയുന്നവരെ, അല്ലാതെ നിൽക്കില്ല, അത് കഴിയുന്നതുവരെ മാറ്റിക്കൊടുക്കാനുള്ള ഒരു ശ്രമമാണ് നടത്തുന്നത്. ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റും കമ്മീഷണറുമായ N വാസുവിന്റെ ജാമ്യാപേക്ഷയിൽ ഹൈക്കോടതി പോലീസിനോട് റിപ്പോർട്ട് തേടി. ന്യൂസ് ഡെസ്ക് 24. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ രണ്ടാമത്തെ ബലാത്സംഗ കേസിൽ അറസ്റ്റ് തടയാതെ കോടതി. ജാമ്യാപേക്ഷ തിങ്കളാഴ്ചത്തേക്ക് മാറ്റി. തിരുവനന്തപുരം സെഷൻസ് കോടതിയുടേതാണ് തീരുമാനം. ആദ്യ കേസിൽ ഹൈക്കോടതി അറസ്റ്റ് തടഞ്ഞതിന് പിന്നാലെയാണ് രണ്ടാമത്തെ കേസിൽ രാഹുലിന് തിരിച്ചടി നേരിട്ടത്. മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന ഈ മാസം 15-ാം തീയതി വരെ അറസ്റ്റ് ചെയ്യരുത് എന്നാണ് ആദ്യ കേസിൽ ഹൈക്കോടതിയുടെ ഉത്തരവ്. ആദ്യ കേസിൽ ഹൈക്കോടതി അറസ്റ്റ് തടഞ്ഞതിന്റെ ആത്മവിശ്വാസത്തിലാണ് തിരുവനന്തപുരം സെഷൻസ് കോടതിയിൽ മുൻകൂർ ജാമ്യത്തിനായി രാഹുൽ മാങ്കൂട്ടത്തിൽ ഹർജി നൽകിയത്. എന്നാൽ കോടതി അറസ്റ്റ് തടഞ്ഞില്ല. ജാമ്യാപേക്ഷ തിങ്കളാഴ്ചത്തേക്ക് മാറ്റിയ കോടതി പോലീസിനോട് റിപ്പോർട്ട് ഹാജരാക്കാൻ നിർദ്ദേശിച്ചു. KPCC പ്രസിഡന്റിന് ഇമെയിൽ അയച്ചത് സ്ത്രീയാണോ എന്ന് പോലും അറിയില്ലെന്നും ആരോപണം രാഷ്ട്രീയ പ്രേരിതമാണെന്നുമായിരുന്നു രാഹുലിന്റെ വാദം.
ആദ്യം രജിസ്റ്റർ ചെയ്ത ലൈംഗിക പീഡന ഭ്രൂണഹത്യാ കേസിൽ രാഹുലിന്റെ ഭാഗം കൂടി കേൾക്കണമെന്ന് വ്യക്തമാക്കിയ ഹൈക്കോടതി അറസ്റ്റ് തടഞ്ഞിരുന്നു. രാഹുൽ ഒളിവിൽ പോയിട്ടില്ല. രാഹുൽ കോടതിയുടെ കസ്റ്റഡിയിലാണ്. കോടതി പറഞ്ഞാൽ ഇന്ന് പറഞ്ഞാൽ ഇന്ന് ഹാജരാവും, നാളെ പറഞ്ഞാൽ നാളെ ഹാജരാവും. ആള് ഏത് കോടതിയിലാണോ ആ പെറ്റീഷൻ പെൻഡിങ്, ആ കോടതിയിലെ കസ്റ്റഡിയിലാണ് ആ പ്രതിയുള്ളത്. ഹൈക്കോടതി പറയുകയാണ്, നാളെ എന്നോട് പറയുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന ദിവസം ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറുടെ മുമ്പിൽ ഹാജരാവണം എന്ന് പറഞ്ഞാൽ ഡെഫിനറ്റ് ആയിട്ട് ഹാജരാവും. ഹാജരായില്ലെങ്കിൽ ബെയിൽ ആപ്ലിക്കേഷൻ കോടതിക്ക് കൺസിഡർ ചെയ്യുക പോലും ചെയ്യേണ്ട കാര്യമില്ല. കേസ് 15-ന് പരിഗണിക്കും വരെ അറസ്റ്റ് പാടില്ലെന്നാണ് ഹൈക്കോടതി ഉത്തരവ്. 24 കൊച്ചി. 10 ദിവസമായി ഒളിവിലുള്ള രാഹുൽ മാങ്കൂട്ടത്തിനെ പോലീസിന് എപ്പോഴും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ബംഗളൂരു കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട്, പക്ഷേ കാര്യമായ പുരോഗതിയില്ല. അറസ്റ്റ് വൈകുന്നതിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ വിശദീകരിച്ചു. പരാതിക്കാരി മുഖ്യമന്ത്രിയെ കണ്ടെന്ന വിവരം പുറത്തുവന്നതിന് തൊട്ടു പിന്നാലെയാണ് പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിൽ മുങ്ങിയത്. മണ്ഡലത്തിലെ കണ്ണാടിയിൽ പ്രചാരണത്തിനിടെ ഡിസംബർ 27-നാണ് രാഹുലിനെ കാണാതാകുന്നത്. രാഹുലിനെ അന്ന് കണ്ടെത്താൻ ശ്രമം ആരംഭിച്ചതാണ് പോലീസ്. 10 ദിവസം കഴിഞ്ഞിട്ടും പോലീസിന് രാഹുലിനെ കണ്ടെത്താനായിട്ടില്ല. രാഹുൽ ഒളിച്ചു താമസിക്കുന്നത് കർണാടകയിലാണെന്ന് പോലീസ് ഉറപ്പാക്കിയിരുന്നു. ബംഗളൂരിലടക്കം പ്രത്യേക അന്വേഷണ സംഘം തിരച്ചിലും നടത്തി. മുൻകൂർ ജാമ്യം തള്ളിയ ദിവസം കാസർഗോഡ് രാഹുൽ കീഴടങ്ങുമെന്ന വിവരത്തിന് പിന്നാലെ വൻ പോലീസ് സന്നാഹവും ഒരുക്കി. പക്ഷേ രാഹുൽ വന്നില്ല. പോലീസിന്റെ നീക്കങ്ങളെക്കുറിച്ച് പോലീസിൽ നിന്ന് തന്നെ രാഹുലിന് വിവരം ലഭിക്കുന്നുണ്ടോ എന്ന സംശയം ചിലർ ഉയർത്തുന്നുണ്ട്. പോലീസിന് രാഹുലിനെ കണ്ടെത്താനായില്ലെന്ന് സംബന്ധിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയാൽ അറസ്റ്റ് ചെയ്യുന്ന പതിവ് കേരളത്തിലില്ലെന്നും പറഞ്ഞു. ഒരു കോടതിയുടെ മുന്നിൽ ജാമ്യാപേക്ഷ നിലനിൽക്കുമ്പോൾ അറസ്റ്റ് ചെയ്യുന്നതിന് അതൊരു തടസ്സമല്ല. പക്ഷേ കേരളത്തിൽ പൊതുവെ കണ്ടുവരുന്ന ഒരു രീതി അതിൻ്റെ തീരുമാനം വരുന്നതുവരെ കാത്തു നിൽക്കലാണ്. ഇപ്പോൾ ഹൈക്കോടതിയുടെ മുന്നിൽ ഇദ്ദേഹം മുൻകൂർ ജാമ്യത്തിന് വേണ്ടി ചെന്നിരിക്കുന്നു. അത് ഹൈക്കോടതി സ്വീകരിച്ച് ഒരു തീയതിയിലേക്ക് കേസ് കേൾക്കാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. അത് കോടതിയുടെ നടപടിയുടെ ഭാഗമാണ്. രണ്ടാമത്തെ കേസിൽ മൊഴിയെടുക്കുന്നതിന് മുന്നോടിയായി പരാതിക്കാരിയുമായി SIT സംഘം ആശയവിനിമയം നടത്തി. 2 ദിവസത്തിനുള്ളിൽ മൊഴി രേഖപ്പെടുത്താനാണ് നീക്കം. വ്യക്തിഗത വിവരങ്ങൾ പരസ്യപ്പെടുമോ എന്ന ആശങ്ക SIT സംഘത്തോട് അതിജീവിത പങ്കുവച്ചിട്ടുണ്ട്. 24 തിരുവനന്തപുരം. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനം രാജിവെച്ച് അന്വേഷണം നേരിടണമെന്ന് KK രമ MLA. നിരപരാധിയാണെങ്കിൽ ഇനിയും ജനപ്രതിനിധിയാകാൻ അവസരം ഉണ്ടാകുമല്ലോ എന്നാണ് KK രമ 24 പറഞ്ഞത്. മുകേഷ് MLA കാര്യത്തിലും തനിക്ക് ഇതേ നിലപാടാണെന്നും KK രമ. 24 പ്രൈം ടൈം ബ്രേക്കിംഗ് ന്യൂസ്. ഇതുപോലെ ഗുരുതരമായ ആരോപണങ്ങൾ ഉയർന്നു വരുന്ന ജനപ്രതിനിധികൾ തീർച്ചയായിട്ടും ആ സ്ഥാനം രാജിവെച്ച് അന്വേഷണം നേരിടുക എന്നതാണ് രീതി എന്ന അഭിപ്രായത്തിലാണ് ഞാനുള്ളത്. ഞാൻ തുടക്കം മുതലേ ഈ അഭിപ്രായം പറഞ്ഞൊരാളാണ്. അത് രാഹുൽ വിഷയത്തിൽ മാത്രമല്ല, മുകേഷ് MLA കാര്യത്തിലും ഇതേ നിലപാടാണ് സ്വീകരിച്ചത്. എന്നിട്ട് അന്വേഷണം നേരിട്ടെ. ജനപ്രതിനിധികൾക്ക് ഇനിയും അവസരങ്ങൾ ഉണ്ടാകില്ല നിരപരാധിയാണെങ്കിൽ. പക്ഷേ അത്തരം ആരോപണങ്ങൾ വരുമ്പോൾ തീർച്ചയായിട്ടും സ്ഥാനത്ത് നിന്ന് മാറി നിന്ന് അന്വേഷണം നേരിടണം. കോഴിക്കോട് നിന്ന് മിഥില ബാലൻ കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം പ്രൈം ടൈം ചേരുകയാണ്. മിഥില, പറയൂ. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ KK രമ MLA നിലപാട് ഒന്നുകൂടി ഉറപ്പിക്കുകയാണ്. MLA സ്ഥാനം രാജിവെച്ച് അന്വേഷണം നേരിടണമെന്നാണ് ഇപ്പോൾ KK രമ MLA ഇപ്പോൾ ആവശ്യപ്പെടുന്നത്. മുകേഷ് MLA കാര്യത്തിലും ഇതേ നിലപാട് തന്നെയാണ് താൻ സ്വീകരിച്ചത്. പക്ഷേ മുകേഷ് ഇപ്പോഴും MLA സ്ഥാനത്ത് തുടരുന്നു. കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചിട്ട് പോലും MLA സ്ഥാനത്ത് തുടരുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യത്തിൽ കോൺഗ്രസ് വ്യക്തമായ നിലപാടാണ് സ്വീകരിച്ചത്. ഇത് സ്വാഗതാർഹമാണ്. മറ്റ് രാഷ്ട്രീയ പാർട്ടികളും ഈ ഒരു കാര്യം മാതൃകയാക്കണം. നല്ല സന്ദേശമാണ് ഇത് നൽകുന്നത്. രാഹുലിന് ഇനിയും ജനപ്രതിനിധിയാകാൻ അവസരമുണ്ടല്ലോ. അതായത് നിലവിലെ സ്ഥാനം MLA സ്ഥാനം രാജിവെച്ച് അല്ലെങ്കിൽ MLA സ്ഥാനത്ത് നിന്നും മാറി നിന്ന് അന്വേഷണം നേരിട്ട് നിരപരാധിയാണെങ്കിൽ വീണ്ടും തിരിച്ചു വരാമല്ലോ എന്ന ചോദ്യമാണ് KK രമ ഇപ്പോൾ ഉന്നയിച്ചിട്ടുള്ളത്. ഓക്കെ, മിഥില ബാലനാണ് വിവരങ്ങൾ നൽകിയത്. അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ മുൻ MLA-യും തൃണമൂൽ കോൺഗ്രസ് നേതാവുമായ PV അൻവറിന് ED-യുടെ നോട്ടീസ് കിട്ടി. കൊച്ചി ആസ്ഥാനത്ത് നേരിട്ട് ഹാജരാകാനാണ് നിർദ്ദേശം. 5 കൊല്ലം കൊണ്ട് PV അൻവറിൻ്റെ ആസ്തി 64 കോടി രൂപയായി ഉയർന്നത് എങ്ങനെയെന്ന ED അന്വേഷിക്കും. PV അൻവർ ബിനാമി ഇടപാട് നടത്തിയെന്നും ED കണ്ടെത്തിയിട്ടുണ്ട്. 24 ബിഗ് ബ്രേക്കിംഗ്. മുൻ MLA PV അൻവറിനെതിരെ MLP ആക്ട് പ്രകാരമാണ് ED നോട്ടീസ് നൽകിയിരിക്കുന്നത്. ED കൊച്ചി ആസ്ഥാനത്ത് ചോദ്യം ചെയ്യലിനായി ഹാജരാകാനാണ് നോട്ടീസ്. മണി ലോണ്ടറിംഗ് പ്രിവെൻഷൻ ആക്ട് 2022 സെക്ഷൻ 17 പ്രകാരമുള്ള നടപടിയാണ് ED ആരംഭിച്ചിരിക്കുന്നത്. ഇക്കഴിഞ്ഞ നവംബർ 21 അൻവറിന്റെ വീട്ടിലും വിവിധ സ്ഥാപനങ്ങളിലും KFC ഓഫീസിലും ED റെയ്ഡ് നടത്തിയിരുന്നു. അന്നത്തെ റെയ്ഡിൽ കിട്ടിയ രേഖകളുടെയും ED കണ്ടെത്തിയ നിർണായക വിവരങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് ചോദ്യം ചെയ്യൽ. 2016
14,38,00,000 രൂപ മാത്രം ആസ്തിയുണ്ടായിരുന്ന PV അൻവർ 2021 അത് 64,14,00,000 വർദ്ധിപ്പിച്ചിട്ടുണ്ട്. രാജ്യത്ത് സാമ്പത്തിക മാന്ദ്യമുള്ള ഈ 5 വർഷം കൊണ്ട് സ്വന്തം സമ്പാദ്യം 5 ഇരട്ടിയോളം വർദ്ധിപ്പിച്ചത് അനധികൃത സ്വത്ത് സമ്പാദനമാണെന്നാണ് EDയുടെ വിലയിരുത്തൽ. ബിനാമി പണമിടപാടുകളിൽ വിശദമായ അന്വേഷണം ED നടത്തുന്നുണ്ട്. അൻവറിന് പണം നൽകിയവരിലേക്കും അന്വേഷണം നീങ്ങുകയാണ്. രാജ്യത്തിന് പുറത്തുനിന്നും അനധികൃതമായി പണം വന്നതായും EDക്ക് വിവരം ലഭിച്ചിട്ടുണ്ട്. വിശദമായ അന്വേഷണം പുരോഗമിക്കുന്നതിനിടയിലാണ് അൻവറിനെ ചോദ്യം ചെയ്യാൻ ED വിളിപ്പിച്ചിരിക്കുന്നത്. 24 കോഴിക്കോട്. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനായി ഒരുക്കിയ അത്താഴ വിരുന്നിൽ ഡോക്ടർ ശശി തരൂർ MP പങ്കെടുത്തതിൽ ഹൈക്കമാൻഡിന്റെ കടുത്ത അതൃപ്തി. രാഷ്ട്രപതി ഭവനിൽ ഒരുക്കിയ വിരുന്നിൽ രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ നേതാക്കളെ ക്ഷണിച്ചിരുന്നില്ല. ചില വ്യക്തികളുടെ സ്തുതി പാടൽ പാർട്ടിയെ ബാധിക്കില്ലെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ പറഞ്ഞു. ഇന്ത്യയിലെത്തിയ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന് രാഷ്ട്രപതി ഭവനിൽ നൽകിയ അത്താഴ വിരുന്നിൽ പ്രതിപക്ഷ നേതാക്കളായ മല്ലികാർജ്ജുൻ ഖാർഗെക്കും രാഹുൽ ഗാന്ധിക്കും ക്ഷണമുണ്ടായിരുന്നില്ല. ക്ഷണം ലഭിച്ച ഡോക്ടർ ശശി തരൂർ MP അത്താഴ വിരുന്നിൽ പങ്കെടുത്തതോടെ തരൂരിനെതിരെ വിമർശനവുമായി കോൺഗ്രസ് രംഗത്തെത്തി. നേതാക്കളെ വിളിക്കാത്ത വിരുന്നിൽ താനായിരുന്നുവെങ്കിൽ പങ്കെടുക്കില്ലായിരുന്നുവെന്ന് കോൺഗ്രസ് വക്താവ് പവൻ ഖേര. ക്ഷണിച്ചവരും പങ്കെടുത്തവരും ചോദ്യം നേരിടേണ്ടി വരുമെന്ന് പവൻ ഖേര പറഞ്ഞു. സർക്കാർ പ്രോട്ടോകോൾ ലംഘിച്ചുവെന്ന് AICC ജനറൽ സെക്രട്ടറി ജയറാം രമേശും കുറ്റപ്പെടുത്തി. Well, the people who've issued such an invite or not issued invite, and the people who accepted the invite despite the fact that their own leaders have not been invited, comes as a shock. People should listen to the voice of their conscience. ചില വ്യക്തികളുടെ സ്തുതി പാർട്ടിയെ ബാധിക്കില്ലെന്നും ഉചിതമായ സമയത്ത് വിഷയം ചർച്ച ചെയ്യുമെന്നുമായിരുന്നു AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിന്റെ പ്രതികരണം. കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം നിലപാട് വളരെ വ്യക്തമാണ്. ഏതെങ്കിലും വ്യക്തി നടത്തുന്ന ഇൻഡിവിജ്വൽ സ്തുതിയോ പരാമർശങ്ങളോ ഒന്നും പാർട്ടിയുടെ നിലപാടിനെ നയങ്ങളെയോ 1% പോലും ബാധിക്കില്ല. പാർട്ടി ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ട സമയത്ത് ചർച്ച ചെയ്യും. വിദേശകാര്യ മന്ത്രാലയത്തിന്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എന്ന നിലയിലാണ് തന്നെ ക്ഷണിച്ചതെന്ന് ശശി തരൂർ പ്രതികരിച്ചു. വിദേശകാര്യങ്ങളിൽ തരൂരിന് വൈദഗ്ധ്യമുണ്ടെന്നും അർഹതപ്പെട്ടവരെ മാത്രമേ പരിപാടിയിൽ ക്ഷണിക്കൂവെന്നും BJPയും പ്രതികരിച്ചു. 24 ഡൽഹി. ഏറ്റവും ഷോക്കിംഗ് ആയിട്ട് ഉള്ള ഒരു വാർത്തയിലേക്കാണ് നമ്മളിനി പോകുന്നത്. തമിഴ്നാട് വാൽപ്പാറയിൽ 4 വയസ്സുകാരനെ പുലി കടിച്ചു കൊന്നു. വാൽപ്പാറ ആയിപ്പാടി എസ്റ്റേറ്റിലെ തോട്ടം തൊഴിലാളിയുടെ മകൻ സൈബിളാണ് മരിച്ചത്. വീട്ടുമുറ്റത്ത് കളിച്ചുകൊണ്ടിരുന്ന കുട്ടിയെ പുലി കടിച്ചു കൊണ്ടുപോവുകയായിരുന്നു. സൂരജ് സജി തൃശ്ശൂരിൽ നിന്നും ടെലിഫോണിൽ ചേരുന്നു. സൂരജ്, കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? ഏറെ സങ്കടകരമായ വാർത്തയാണ് ഈ തമിഴ്നാട് വാൽപ്പാറയിൽ നിന്ന് വരുന്നത്. നമുക്ക് തന്നെ ദയനീയാവസ്ഥ തോന്നും. കാരണം ഒരു 6 മാസത്തിനിടയ്ക്ക് 4 കുട്ടികളാണ് ഇതിനോടകം തന്നെ ഈ പുലി കടിച്ചുകൊണ്ടുപോയി കൊലപ്പെടുത്തിയത്. ഇപ്പോൾ ഒരു 5ാമതൊരു കുട്ടിയുടെ കൂടി ജീവൻ നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് ഏറെ വേദനിപ്പിക്കുന്ന കാര്യം. ഇന്ന് വൈകുന്നേരം ഈ വീട്ടുമുറ്റത്തിരുന്ന് കളിക്കുകയായിരുന്നു ഈ സൈബുൾ എന്ന് പറയുന്ന 4 വയസ്സുകാരൻ. അതിനുശേഷം ഈ കുട്ടിയെ കാണാതാകുന്നു. പിന്നീട് വലിയ തിരച്ചിലാണ് ഈ മേഖലയിൽ ഈ പ്രദേശവാസികളായിട്ടുള്ള ആളുകളെല്ലാം ചേർന്ന് നടത്തിയത്. ഈ ആയിപ്പാടി എസ്റ്റേറ്റിലെ JE ബംഗ്ലാവ് എന്ന് പറയുന്ന പ്രദേശത്താണ് ഇവർ താമസിച്ചിരുന്നത്. ഈ തോട്ടം തൊഴിലാളികൾ താമസിക്കുന്ന ഒരു മേഖലയാണ്. ഈ കുട്ടിയെ കാണാഞ്ഞതിനെ തുടർന്ന് ഇവർ ഈ തേയിലത്തോട്ടത്തിലടക്കം നടത്തിയ തിരച്ചിൽ, അത് ഒരു 8 മണിയോടുകൂടി ഒക്കെ ഈ തേയിലത്തോട്ടത്തിനകത്തേക്ക് കയറി ഒരു ദുഷ്കരമായ തിരച്ചിലാണ് ഈ പ്രദേശവാസികളടക്കം നടത്തിയത്. അതിനൊടുവിലാണ് അല്പം മുമ്പ് ഈ കുട്ടിയുടെ പാതി ഭക്ഷിച്ച മൃതദേഹത്തിന്റെ ഭാഗങ്ങൾ കണ്ടെത്തിയിരിക്കുന്നത്. ഇത് പുലി കടിച്ച് കൊലപ്പെടുത്തിയതാണ് എന്നുള്ളതാണ് പ്രാഥമികമായി ലഭിക്കുന്ന നിഗമനം. ഈ കുട്ടിയുടെ മൃതദേഹത്തിന്റെ ഭാഗങ്ങളടക്കമാണ് കിട്ടിയിരിക്കുന്നത്. ഇതിപ്പോൾ വാൽപ്പാറയിലെ സർക്കാർ ആശുപത്രിയിലേക്ക് ഈ കുട്ടിയുടെ മൃതദേഹത്തിന്റെ ഭാഗങ്ങൾ മാറ്റുകയും ചെയ്തിട്ടുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മാസങ്ങളുടെ ഇടവേളകളിൽ ഇതിനോടകം തന്നെ നിരവധി കുട്ടികളുടെ ജീവൻ ഈ പുലിയുടെ ആക്രമണത്തിൽ തന്നെ നഷ്ടമായി എന്നുള്ളതാണ് ഏറെ വേദനിപ്പിക്കുന്ന കാര്യം. എന്തായാലും വലിയ പ്രതിഷേധം നാട്ടുകാരെ സംബന്ധിച്ചുണ്ട്. കാരണം ഈ തോട്ടം തൊഴിലാളികൾ താമസിക്കുന്ന മേഖലയിൽ കൃത്യമായ ഫെൻസിംഗ് അടക്കം ഇല്ലാത്തതാണ് തുടർച്ചയായി ഈ കുട്ടികളെ പുലി കടിച്ചുകൊണ്ടുപോകുന്ന അടക്കമുള്ള സംഭവങ്ങൾ ആവർത്തിക്കാൻ ഇടയാക്കുന്നത് എന്നുള്ളതാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത്. 2ാമത്തെ ബലാത്സംഗ പരാതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിന് തിരിച്ചടിയും ആദ്യ പരാതിയിൽ താൽക്കാലിക ആശ്വാസവും. 2ാമത്തെ കേസിൽ അറസ്റ്റ് തടയാതെ കോടതി. മുൻകൂർ ജാമ്യാപേക്ഷയിൽ തിങ്കളാഴ്ച വിശദമായ വാദം കേൾക്കും. ആദ്യ കേസിൽ ഈ മാസം 15-ാം തീയതി വരെ ഹൈക്കോടതി അറസ്റ്റ് തടഞ്ഞു. എന്നാണോ ക്രൈം രജിസ്റ്റർ ചെയ്തത് പിറ്റേ ദിവസം സെഷൻസ് കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിച്ചു. ഒരു പ്രതി ഒരു കോടതിയിൽ ഒരു ആപ്ലിക്കേഷൻ കൊടുത്താൽ ആക്ച്വലി ഹീസ് അണ്ടർ ദ കസ്റ്റഡി ഓഫ് ദാറ്റ് കോർട്ട്. രാഹുൽ ഒളിവിലെന്ന ആരോപണം തള്ളി അഡ്വക്കേറ്റ് S. രാജീവ്. കമന്റ്സ് ഉണ്ടായിരുന്നു. പക്ഷെ കമന്റ്സിനെ ഞാൻ അങ്ങനെ വലിയ സീരിയസ് ആയിട്ട് എടുത്തിരുന്നില്ല. പക്ഷെ ഇന്നലെ ഇപ്പോൾ വീടിന്റെ ഫ്രണ്ടിൽ വന്നു പോലും ഇത്തരത്തിൽ ആക്രോശിക്കും, അത് കുറച്ച് സീരിയസ് ആയിട്ട് കാണണം എന്നുള്ളത് തന്നെയാണ്. തനിക്ക് വധഭീഷണി എന്ന് രാഹുലിനെതിരെ ആദ്യം ആരോപണം ഉന്നയിച്ച റിനി ആൻഡ് ജോർജ്.
രാഹുൽ മാങ്കൂട്ടത്തിൽ MLA 10-ാം ദിവസവും ഒളിവിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയാൽ അറസ്റ്റ് ചെയ്യുന്ന രീതി കേരളത്തിലില്ലെന്ന് പോലീസ് നടപടിയെ ന്യായീകരിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ. പോലീസിന് അദ്ദേഹത്തെ കണ്ടെത്താനായില്ല എന്നുള്ളത് ശരിയാണ്. പോലീസ് അറിഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാതിരിക്കുകയാണ് എന്ന് പറയുന്നത് ശരിയായ കാര്യമല്ല. പോലീസിൽ നിന്ന് രക്ഷാവലയം കോൺഗ്രസ് തന്നെ തീർത്തിരിക്കുന്നു എന്നുള്ളതാണ് പൊതുവെ മനസ്സിലാക്കുന്ന കാര്യം. രാഹുലിന് രക്ഷാവലയം ഒരുക്കുന്നത് കോൺഗ്രസ് നേതാക്കളെന്നും വിമർശനം. ലൈംഗിക ആരോപണമുള്ള എത്ര മന്ത്രിമാരുണ്ട്? ലൈംഗിക സ്ത്രീ വിഷയവുമായി ബന്ധപ്പെട്ട ആരോപണം അവരെല്ലാം ചേർത്ത് വെച്ചിട്ടാണ് പിണറായി വിജയൻ ഇന്നലെ പറയുന്നത് കേട്ടപ്പോൾ എനിക്ക് തന്നെ ചിരി വന്നു. മന്ത്രിസഭയിൽ പോലും ലൈംഗിക ആരോപണം നേടുന്നവരുണ്ടെന്ന് മുഖ്യമന്ത്രിക്ക് പ്രതിപക്ഷ നേതാവിന്റെ മറുപടി. തീർച്ചയായിട്ടും ആ സ്ഥാനം രാജിവെച്ച് അന്വേഷണം നേരിടുക എന്നതാണ് രീതി എന്ന അഭിപ്രായത്തിലാണ് ഞാനുള്ളത്. ഞാൻ തുടക്കം മുതലേ ഈ അഭിപ്രായം പറഞ്ഞ ഒരാളാണ്. അത് രാഹുൽ വിഷയത്തിൽ മാത്രമല്ല, മുകേഷ് MLA കാര്യത്തിലും ഇതേ നിലപാടാണ് സ്വീകരിച്ചത്. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനം രാജിവെച്ച് അന്വേഷണം നേരിടണമെന്ന് KK രമ MLA 24നോട്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി നൽകി യുവതിയെ അധിക്ഷേപിച്ച് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി നൽകിയ യുവതിയെ അധിക്ഷേപിച്ച കേസിൽ രാഹുൽ ഈശ്വറിന്റെ ജാമ്യാപേക്ഷ തള്ളി. നടപടി തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയുടേത്. രാഹുൽ ഈശ്വറിനെ ഈ മാസം 10-ന് ഹാജരാക്കണമെന്ന് കോടതി. തിരിച്ചടിക്ക് പിന്നാലെ ജയിലിലെ നിരാഹാര സമരം അവസാനിപ്പിച്ച് രാഹുൽ ഈശ്വർ വിവാദ പോസ്റ്റുകൾ പിൻവലിക്കാമെന്ന് കോടതിയെ അറിയിച്ചു. കൊല്ലം കൊട്ടിയം മൈലക്കാട്ട് ദേശീയപാത തകർന്ന സംഭവത്തിൽ അടിയന്തര നടപടി. കരാർ കമ്പനിയെ 1 മാസത്തേക്ക് വിലക്കി NHAI. പ്രോജക്ട് മാനേജരെയും റെസിഡന്റ് എഞ്ചിനീയറെയും മാറ്റി. ഉത്തരവാദിത്വം ദേശീയപാത അതോറിറ്റിക്കെന്ന മുഖ്യമന്ത്രി. ഇപ്പം നാഷണൽ ഹൈവേ അതോറിറ്റി എന്ന് പറയുന്നത് അതിൻ്റെ നിർമ്മാണ കാര്യങ്ങളൊക്കെ നിർവഹിക്കുന്നത് നാഷണൽ ഹൈവേ അതോറിറ്റി തന്നെയാണ്. തൽക്കാലം അതൊന്ന് കേരളത്തിലെ ഗവൺമെൻറ് പള്ളിക്കിടാം എന്നൊരു താല്പര്യത്തിൻ്റെ ഭാഗമാണ് ഈ ചോദ്യമെന്ന് മനസ്സിലായി. പക്ഷെ വഴിയില്ല. മുഖ്യമന്ത്രിയുടെ പ്രസ്താവന നിരുത്തരവാദപരമെന്ന് KC വേണുഗോപാൽ. തലയിൽ ചൂടി നടന്ന ആളാണ് മുഖ്യമന്ത്രി. കുരിയാട് നടക്കുന്നതിന് മുമ്പ് ദേശീയപാത നിർമ്മാണം ഇതെല്ലാം ഞങ്ങളുടെ ക്രെഡിറ്റ് ആണെന്ന് പറഞ്ഞ് ഇത് തലയിൽ ചൂടി നടക്കുമായിരുന്നല്ലോ. തലയിൽ ചൂടി നടന്നവർ ഇത് തലയിൽ ഏറ്റെടുക്കുമ്പോഴാണല്ലോ ഈ അപകടം. എന്ത് നിരുത്തരവാദ പ്രസ്താവനയാണ് മുഖ്യമന്ത്രിയുടേത്? കൊട്ടിയം മൈലക്കാട് ദേശീയപാതയിൽ വിള്ളൽ വീഴുന്ന CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. ഇൻഡിഗോ പ്രതിസന്ധിക്കിടെ ടിക്കറ്റ് ചാർജ് കുത്തനെ ഉയർത്തിയ വിമാന കമ്പനികൾക്ക് കടിഞ്ഞാണിട്ട് വ്യോമയാന മന്ത്രാലയം. ടിക്കറ്റ് നിരക്കുകൾക്ക് പരിധി നിശ്ചയിച്ചു. 500 കിലോമീറ്റർ വരെ പരമാവധി 7,500 രൂപ. ഇൻഡിഗോയ്ക്ക് പിഴ ചുമത്താൻ ആലോചന. റീഫണ്ട് നേരിട്ട് ടിക്കറ്റ് ബുക്ക് ചെയ്തവരുടെ അക്കൗണ്ടുകളിൽ എത്തുമെന്ന് ഇൻഡിഗോ. രാജ്യവ്യാപകമായി 1000-ഓളം സർവീസുകൾ ഇന്ന് മുടങ്ങി. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസ് അന്വേഷണത്തിൽ SITക്ക് മേൽ രാഷ്ട്രീയ സമ്മർദ്ദമുണ്ടെന്ന പ്രതിപക്ഷ നേതാവ്. മുൻമന്ത്രി കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്യേണ്ട സമയം കഴിഞ്ഞുപോയെന്നും VD സതീശൻ. കേസിൽ ജയിലിലായത് മുഖ്യമന്ത്രിയുടെ വിശ്വസ്തരെന്നും ആരോപണം. ഇപ്പോൾ തന്നെ SITയുടെ മീതെ അതിശക്തമായ സമ്മർദ്ദമുണ്ട്. തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്. SIT കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ഒരു ഫംഗ്ഷനിങ് അല്ല. ഇല്ലെങ്കിൽ മുൻ മന്ത്രി, ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കേണ്ട സമയം അതിക്രമിച്ചു. വീണ്ടും തന്ത്രിമാരുടെ മൊഴിയെടുക്കാൻ SIT നീക്കം. ഉന്നതരിലേക്കും അന്വേഷണം നീങ്ങണമെന്ന ഹൈക്കോടതി നിർദ്ദേശത്തിന് പിന്നാലെ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട പരസ്യപ്രചാരണം നാളെ അവസാനിക്കും. കോഴിക്കോട് കോർപ്പറേഷനിൽ പരാതിയുമായി മുസ്ലിം ലീഗ്. 24 ഡിവിഷനുകളിലെ വോട്ടിംഗ് മെഷീനുകളിൽ കോണി ചിഹ്നം ചെറുതെന്ന ആരോപണം. മൂന്നാറിൽ BJP സ്ഥാനാർത്ഥിക്കായി പ്രചാരണം നടത്തിയെന്ന ആരോപണം തള്ളി മുൻ CPM MLA S രാജേന്ദ്രൻ. ആർക്കും വോട്ട് ചോദിച്ച് ഇറങ്ങിയിട്ടില്ല. പക്ഷേ മുൻകാല അനുഭവത്തിൽ എന്നെ സഹായിച്ചിട്ടുള്ളവർക്ക് ഇടപെട്ട് വോട്ട് അവർക്ക് ചെയ്യാൻ ചില സ്ഥലങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. CPMൻ്റെ നേതാക്കളോടൊപ്പം അവരുടെ നിലനിൽപ്പിനെ വോട്ട് അഭ്യർത്ഥിക്കുവാനും വോട്ട് ചെയ്യണമെന്ന് പറയുവാനും ആഗ്രഹമില്ല. ഇപ്പോൾ ഒരു രാഷ്ട്രീയ കക്ഷിയുടെയും ഭാഗമല്ലെന്നും 24നോട് പ്രതികരണം. SIR സമയപരിധി ഇനിയും നീട്ടണമെന്ന മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറോട് LDFും UDFും. ഈ മാസം അവസാനം വരെയെങ്കിലും സമയം നീട്ടി നൽകണമെന്ന ആവശ്യം.
സുപ്രീം കോടതിയെ നീതിപീഠത്തെ തന്നെ അതിശയിപ്പിച്ച കാര്യങ്ങൾ അവിടെ ഉണ്ടായി. എന്തുകൊണ്ട് ഇലക്ഷൻ കമ്മീഷൻ ഇത് മനസ്സിലാകുന്നില്ല എന്ന് ചോദിക്കേണ്ടി വന്നതല്ല. കോടതിയുടെ തന്നെ കോടതി ഇലക്ഷൻ കമ്മീഷനെ മാനിച്ചുകൊണ്ടാണ് ഉത്തരവിറക്കാത്തത്. കോടതിയുടെ ഡയറക്ഷൻ വന്നത് നമ്മൾ കണ്ടതാണ്. CEO സാർ ഇവിടെ പറഞ്ഞ കണക്കും ശരിയല്ല. ഈ കണക്ക് വെച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ ബീഹാറിൽ സംഭവിച്ചതുപോലെ കേരളത്തിൽ 34 ലക്ഷത്തോളം വോട്ടർമാർ പുറത്തേക്ക് പോകും. നിലപാട് അറിയിച്ചത് ചീഫ് ഇലക്ടറൽ ഓഫീസർ വിളിച്ച യോഗത്തിൽ. മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഒരു എക്സ്റ്റൻഷൻ നമുക്ക് ലഭ്യമായിട്ടുള്ളത്. ഇത് നമ്മൾ കൃത്യമായിട്ട് യൂട്ടിലൈസ് ചെയ്യണം. അത് എല്ലാ ബൂത്ത് ലെവൽ ഏജൻസിയുടെ സഹായം നമുക്ക് ഈ ഘട്ടത്തിൽ ആവശ്യമാണ്. എല്ലാ കാര്യങ്ങളും നമ്മൾ കൃത്യമായിട്ട് മിനിറ്റ്സിൽ രേഖപ്പെടുത്തുന്നുണ്ട്. തങ്ങൾക്ക് സർക്കുലേറ്റ് ചെയ്യുന്ന മിനിറ്റ്സ് തന്നെയാണ് നമ്മൾ ഇലക്ഷൻ കമ്മീഷനുക്ക് നമ്മൾ അയച്ചു കൊടുക്കുന്നത്. പ്രവാസികളുടെ ആശങ്ക അകറ്റാൻ യോഗം വിളിക്കുമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ഡോക്ടർ രത്തൻ യു കേൽക്കർ. ഭീമ കൊറേഗാവ് കേസിൽ ഡൽഹി സർവകലാശാല മുൻ പ്രൊഫസറും മലയാളിയുമായ ഹാനി ബാബു ജയിൽ മോചിതനായി. വിചാരണയില്ലാതെ ജയിലിൽ അടച്ചത് 5 കൊല്ലവും 7 മാസവും. അനീതിയുടെ ഒരു ഇതാണ്, കടൽ പോലെയാണ് ജയിലിനകത്ത്. അപ്പോൾ ഇത്രയും വലിയ പുറത്തുള്ളതിനേക്കാൾ എത്രയോ അനീതികളാണ് അവിടെ നടക്കുന്നത്. അപ്പോൾ ആ അനീതിയിൽ നിന്ന് പുറത്തു വന്നു. എനിക്കിതൊരു ചെറിയ ഒരു ഇത് മാത്രമാണ്. പക്ഷേ ഇനിയുള്ള മുന്നോട്ട് എത്രയോ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പോഴാണ് നമുക്ക് നീതിയും ജസ്റ്റിസ് എന്ന് പറയുന്നത് ലഭിക്കുകയുള്ളൂ. മാവോയിസ്റ്റ് ബന്ധം ആരോപിച്ച് ഹാനി ബാബുവിനെ അറസ്റ്റ് ചെയ്ത് 2020 ജൂലൈ 28-ന്. തമിഴ്നാട് വാൽപ്പാറയിൽ 4 വയസ്സുകാരനെ പുലി കടിച്ചു കൊന്നു. മരിച്ചത് ആയിപ്പാടി എസ്റ്റേറ്റിലെ തൊഴിലാളികളുടെ മകൻ സൈബിൾ അലൻ. പുലിയുടെ ആക്രമണം വീട്ടുമുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ മൃതദേഹം വാൽപ്പാറ താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി. റഷ്യൻ പ്രസിഡന്റിനായി ഒരുക്കിയ അത്താഴ വിരുന്നിൽ ഡോക്ടർ ശശി തരൂർ MP പങ്കെടുത്തതിൽ കോൺഗ്രസ് നേതൃത്വത്തിന് അതൃപ്തി. രാഹുൽ ഗാന്ധി അടക്കമുള്ളവരെ ക്ഷണിക്കാത്ത ചടങ്ങിൽ ഡോക്ടർ തരൂർ പങ്കെടുത്തത് പ്രോട്ടോകോൾ ലംഘനമെന്ന് കോൺഗ്രസ്. BJPക്കെതിരെ രൂക്ഷ വിമർശനവുമായി സോണിയാഗാന്ധി. നെഹ്റു നൽകിയ സംഭാവനകളെ BJP അപകീർത്തിപ്പെടുത്തുന്നുവെന്നും സോണിയാഗാന്ധിയുടെ വിമർശനം. അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ PV അൻവറിന് EDയുടെ നോട്ടീസ്. കൊച്ചി ആസ്ഥാനത്ത് നേരിട്ട് ഹാജരാക്കാൻ നിർദ്ദേശം. 5 കൊല്ലം കൊണ്ട് ആസ്തി 64 കോടിയായി ഉയർന്നത് അന്വേഷിക്കും. ബിനാമി ഇടപാട് നടത്തിയതും കണ്ടെത്തൽ. PV അൻവറിന് പണം നൽകിയവരിലേക്കും അന്വേഷണം. PM ശ്രീ പദ്ധതിയിൽ കേരളത്തിന്റെ നിലപാട് ഉറച്ചതെന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ. പദ്ധതി നടപ്പിലാക്കിയില്ലെങ്കിൽ കേരളത്തിലെ വിദ്യാഭ്യാസ രംഗം തകരില്ല. ഒറ്റ ഫണ്ടുകൾ കിട്ടാതെ വരുന്ന സാഹചര്യമുണ്ടെന്ന് മുഖ്യമന്ത്രി. PMC എന്നൊരു പദ്ധതി ഇവിടെ നടപ്പാക്കിയില്ലെങ്കിൽ കേരളത്തിലെ വിദ്യാഭ്യാസ രംഗമാകെ തകർന്നു പോവില്ല. അതിൻ്റെ ഭാഗമായി സാധാരണഗതിയിൽ നമുക്ക് കിട്ടേണ്ട മറ്റ് ഫണ്ടുകളുണ്ട്, കാലാകാലമായി കിട്ടിക്കൊണ്ടിരിക്കുന്ന. അത് കിട്ടാത്ത അവസ്ഥ വന്നു. സ്കൂളുകളുടെ വികസനത്തിനാണ് ഫണ്ടെന്നും വിശദീകരണം. പാലക്കാട് മലമ്പുഴ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം വീണ്ടും പുലി ഇറങ്ങിയതോടെ നാട്ടുകാർ ആശങ്കയിലായി. കൂട് സ്ഥാപിച്ച് വനംവകുപ്പ്. അടിയന്തര നടപടി. RRTയുടെ തെരച്ചിൽ പുലിയുടെ കാൽപ്പാടുകൾ കണ്ടെത്തിയതോടെ. തമിഴ്നാട് രാമനാഥപുരത്ത് വാഹനാപകടത്തിൽ 5 അയ്യപ്പ ഭക്തന്മാർക്ക് ദാരുണാന്ത്യം. മരിച്ചത് ആന്ധ്ര സ്വദേശികൾ. 7 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു. അപകടമുണ്ടായത് നിർത്തിയിട്ട കാറിലേക്ക് മറ്റൊരു കാർ ഇടിച്ചു കയറി. തമിഴക വെട്രി കഴകത്തിന് പുതുച്ചേരിയിൽ പൊതുയോഗം നടത്താൻ അനുമതി. ഈ മാസം 9-ന് പഴയ തുറമുഖത്തിന് സമീപത്തെ ഗ്രൗണ്ടിൽ യോഗം നടത്താം. പോലീസ് അനുമതി നൽകിയത് കർശന ഉപാധികളോടെ. 5000 പേർക്ക് പങ്കെടുക്കാം. അടിസ്ഥാന സൗകര്യങ്ങളും സുരക്ഷാ ക്രമീകരണങ്ങളും ഒരുക്കണമെന്നും നിർദ്ദേശം. കൊല്ലം കടയ്ക്കലിൽ അരും കൊല. അരിഷ്ടത്തിന് പണം ചോദിച്ചതിന് കടയിലെ ജീവനക്കാരനെ തലക്കടിച്ച് കൊലപ്പെടുത്തി. മരിച്ചത് മണൽവട്ടം സ്വദേശി 70-കാരനായ സത്യബാബു. പ്രതി തുടയന്നൂർ സ്വദേശി ബിനു അറസ്റ്റിലായി. ദക്ഷിണാഫ്രിക്കയിലെ പ്രിറ്റോറിയയ്ക്ക് സമീപമുണ്ടായ വെടിവയ്പിൽ 11 പേർ കൊല്ലപ്പെട്ടു. മരിച്ചവരിൽ 3 കുട്ടികളും. തോക്കുമായി എത്തിയ 3 പേരാണ് ആക്രമണം നടത്തിയതെന്ന റിപ്പോർട്ട്. സോൾസിൽ ഈ പ്രദേശത്തെ ഹോസ്റ്റലിന് സമീപം നിയമവിരുദ്ധമായി പ്രവർത്തിച്ച മദ്യശാലയിലാണ് വെടിവയ്പുണ്ടായതെന്ന് വിവരം. 2026 ഫിഫ ലോകകപ്പിന്റെ മത്സര ചിത്രം തെളിഞ്ഞു. 48 ടീമുകളെ 12 ഗ്രൂപ്പുകളിലാക്കി നറുക്കെടുത്തു. ആദ്യ റൗണ്ടിൽ കടുത്ത വെല്ലുവിളിയില്ലാതെ അർജന്റീനയും സ്പെയിനും പോർച്ചുഗലും. കൊച്ചിയിൽ വായു മലിനീകരണം രൂക്ഷമായി തുടരുന്നു.
വായു ഗുണനിലവാര സൂചിക അനാരോഗ്യ വിഭാഗത്തിൽപ്പെട്ട 164 രേഖപ്പെടുത്തി. ഏലൂർ, ഇടയാർ, കരിമുകൾ, അമ്പലമുകൾ വ്യവസായ മേഖലകളിൽ പ്രതിസന്ധി. എറണാകുളത്ത് സ്മോഗിൻ്റെ സാന്നിധ്യം ഈ അടുത്ത കാലത്ത് വളരെയധികം വർദ്ധിച്ചു വരുന്നുണ്ട്. അത് ഫോട്ടോ കെമിക്കൽ സ്മോഗ് എന്നാണ് അതിൻ്റെ പേര്. അത് പ്രത്യേകിച്ച് ഈ ശൈത്യകാലത്താണ് ഇത് കൂടുതലായിട്ട് കണ്ടുവരുന്നത്. ഇതിനൊരു പ്രധാന പ്രശ്നം വരുന്നത് കുട്ടികൾക്കും പ്രായമായവർക്കാണ്. ഇവർക്ക് രാവിലെ 10 മണി വരെ പുറത്തു പോകാനായിട്ടുള്ള പ്രയാസം ഇതുമൂലം അനുഭവപ്പെടുന്നുണ്ട്. ഗർഭിണികളും കുട്ടികളും പ്രത്യേക ജാഗ്രത പാലിക്കണമെന്നും മാസ്ക് ധരിക്കണമെന്നും വിദഗ്ധർ. അടിയന്തര നടപടി വേണമെന്ന് ആവശ്യം. നാഷണൽ ഹെറാൾഡ് കേസിൽ കർണാടക ഉപമുഖ്യമന്ത്രി DK ശിവകുമാറിന് നോട്ടീസ് അയച്ച് ഡൽഹി പോലീസിന്റെ സാമ്പത്തിക കുറ്റാന്വേഷണ വിഭാഗം. DK ശിവകുമാറിന്റെ സഹോദരനും കോൺഗ്രസ് എംപിയുമായ DK സുരേഷിനും നോട്ടീസ് കിട്ടി. യങ് ഇന്ത്യൻ കമ്പനിയുമായുള്ള സാമ്പത്തിക ഇടപാട് രേഖകൾ ഹാജരാക്കണമെന്ന നിർദ്ദേശം. സ്വന്തം പാർട്ടിയുടെ പത്രത്തിന് പണം നൽകുന്നതിൽ എന്താണ് തെറ്റെന്ന് DK ശിവകുമാർ. മുത്തങ്ങ എക്സൈസ് ചെക്ക് പോസ്റ്റിൽ വൻ കുഴൽപ്പണവേട്ട. എക്സൈസ് പരിശോധനയിൽ പിടികൂടിയത് 1,11,00,000 രൂപ. പണം കടത്തിയത് നൂൽപ്പുഴ നായ്ക്കട്ടി സ്വദേശി CK മുനീർ. തുടർ നടപടികൾക്കായി ഇൻകം ടാക്സ് വകുപ്പിന് കൈമാറി. മലപ്പുറം കരിങ്കല്ലത്താണിയിൽ ഓടിക്കൊണ്ടിരുന്ന ദാർ ജീപ്പിന് തീപിടിച്ചു. ആർക്കും പരിക്കില്ല. ഫയർഫോഴ്സ് എത്തി തീയണച്ചു. ഷോർട്ട് സർക്യൂട്ട് എന്ന പ്രാഥമിക വിവരം. അപകടത്തിൽപ്പെട്ടത് പെരിന്തൽമണ്ണ സ്വദേശികൾ. വാഹനം വാങ്ങിയത് 4 ദിവസം മുമ്പ്. ഗസ വെടിനിർത്തൽ നിർണായക ഘട്ടത്തിലെന്ന് ഖത്തർ പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ അൽ താനി. പരാമർശം ലോക നേതാക്കൾ പങ്കെടുക്കുന്ന ദോഹ ഫോറത്തിൽ. ഗസയിൽ പൂർണ്ണ വെടിനിർത്തൽ സാധ്യമായിട്ടില്ലെന്നും ശ്രമങ്ങൾ തുടരുമെന്നും വിശദീകരണം. ഗസയിൽ നിന്നും ഇസ്രയേൽ സൈന്യം പൂർണ്ണമായി പിന്മാറാതെ പ്രശ്നം പരിഹരിക്കപ്പെടില്ലെന്നും ഖത്തർ പ്രധാനമന്ത്രി. സയ്യിദ് മുഷ്താഖ് അലി ട്രോഫി ക്രിക്കറ്റിൽ കേരളത്തിന് വീണ്ടും തോൽവി. ആന്ധ്രയോട് തോറ്റത് 7 വിക്കറ്റിന്. 120 റൺസ് വിജയലക്ഷ്യം 12 ഓവറിൽ മറികടന്ന ആന്ധ്ര. കേരളത്തിനായി സഞ്ജു സാംസൺ 73 റൺസ് നേടി. ഇതോടെ ന്യൂസ് എക്സ്പ്രസ് അവസാനിക്കുന്നു. ഇനിയും മറ്റു വാർത്തകളിലേക്ക്. പാലക്കാട് ജില്ലയിലെ സേവ് CPI സംഘടനയെ പിന്തുണച്ച് മുതിർന്ന CPI നേതാവ് K ഇസ്മായിൽ. സേവ് CPI തള്ളിപ്പറയില്ല, എല്ലാവരും തന്റെ ആളുകളെന്നും K ഇസ്മായിൽ. എൻ്റെ ആളുകൾ തന്നെയായിരുന്നു. ഈ പാർട്ടികളിലൊക്കെ എൻ്റെ ആളുകൾ തന്നെയായിരുന്നു. അവരൊക്കെ നല്ല സഹാക്കൾ തന്നെയായിരുന്നു. അത് ഇതിൽ കൂട്ടി കുഴക്കണ്ട. അറിയുന്നില്ല, ഇല്ലില്ല, തള്ളി പറയുന്നുമില്ല. പാലക്കാട് നിന്ന് ഗൂഗിൾ K വേണുഗോപാൽ ചേരുന്നു വിശദാംശങ്ങളുമായി. പറയൂ. CPI ജില്ലാ നേതൃത്വത്തെ വെല്ലുവിളിച്ചുകൊണ്ട് CPI സമ്മേളനത്തിൽ നിന്ന് ഇറങ്ങി വന്ന് കഴിഞ്ഞ വർഷം ജൂലൈയിൽ രൂപീകരിച്ച സംഘടനയാണ് സേവ് CPI ഫോറം. നേരത്തെയും K ഇസ്മായിൽ ഈ സേവ് CPI പിന്തുണച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. CPIയുടെ ജില്ലാ നേതൃത്വത്തെ അഴിമതിക്കാരാണെന്ന് ചിത്രീകരിച്ചുകൊണ്ട് അത്തരത്തിൽ വിമർശനവുമായിട്ടാണ് സേവ് CPIയുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ടേക്ക് പോകുന്നത്. ആ ഘട്ടത്തിലാണ് ഇപ്പോൾ സേവ് CPI പിന്തുണച്ചുകൊണ്ട്, അല്ലെങ്കിൽ ആരെയും തള്ളിപ്പറയാനില്ല, അവരെല്ലാവരും എന്റെ ആളുകൾ തന്നെയായിരുന്നു, നല്ല സഖാക്കളാണ് എന്നൊരു പിന്തുണയുമായിട്ട് K ഇസ്മായിൽ രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നത്. ഇത്തവണ ഈ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പുകളിൽ 23 പഞ്ചായത്തിലെ പല വാർഡുകളിലും ഒരു ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷനിലേക്കും സേവ് CPIക്ക് മത്സരിക്കുന്നുണ്ട്. അതിൽ ഈ തത്തനാട്ടുകര പഞ്ചായത്തിലെ 15ാം വാർഡിൽ CPM-ആയിട്ടാണ് സേവ് CPI സഹകരിക്കുന്നത്. ഈ ഘട്ടത്തിലാണ് CPI നേതൃത്വത്തെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് രൂപീകരിച്ച ഒരു സംഘടനയെ തള്ളിപ്പറയില്ല എന്ന് CPIയുടെ മുതിർന്ന നേതാവായിട്ടുള്ള ആള് രംഗത്ത് വന്നത്. നേരത്തെ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ സേവ് CPIയെ K ഇസ്മായിൽ പിന്തുണച്ചതിന്റെ സാഹചര്യത്തിൽ അദ്ദേഹത്തിനെതിരെ നടപടിയെടുക്കണമെന്ന ആവശ്യമൊക്കെ ഉണ്ടായിരുന്നു. അതിന്റെ ഭാഗമായി അദ്ദേഹത്തിന് കാരണം കാണിക്കൽ നോട്ടീസൊക്കെ അയക്കുകയും ചെയ്തതാണ്. അത്തരം സാഹചര്യമൊക്കെ നിലനിൽക്കുകയാണ് വീണ്ടും CPIയെ പിന്തുണയ്ക്കുകയോ അല്ലെങ്കിൽ സേവ് CPIയുടെ ഔദ്യോഗിക നേതൃത്വം തള്ളിപ്പറയുന്നത് പോലെ തള്ളിപ്പറയാനോ താനില്ല എന്നൊരു പ്രസ്താവനയുമായിട്ട് K ഇസ്മായിൽ രംഗത്ത് വന്നിട്ടുള്ളത്. കോഴിക്കോട് പേരാമ്പ്രയിൽ ബസ് യാത്രയ്ക്കിടെ ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ട സ്ത്രീക്ക് രക്ഷകരായി ബസ് ജീവനക്കാർ. നെഞ്ചുവേദന അനുഭവപ്പെട്ട സ്ത്രീയെ ബസ്സിൽ തന്നെ ആശുപത്രിയിൽ എത്തിച്ചു. ചക്കിട്ടപ്പാറയിൽ നിന്നും പേരാമ്പ്രയിലേക്ക് വരികയായിരുന്ന ഹരേറാം ബസ്സിലെ ജീവനക്കാരാണ് മാതൃകയായത്. എന്തായാലും വളരെ മാതൃകാപരമായ നടപടിയാണ് ബസ് ജീവനക്കാരുടെ ഭാഗത്തു നിന്നുണ്ടായത്. അവരെ അപ്പം തന്നെ അതേ ബസ്സിൽ അവർ ഹോസ്പിറ്റലിൽ എത്തിച്ചു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. സമീർ സി മുഹമ്മദ് കോഴിക്കോട് വിവരങ്ങളും അയച്ചിരുന്നു. പറയൂ സമീർ.
SKN ഇന്ന് വൈകിട്ടാണ് ഇത്തരം ഒരു സംഭവം ഉണ്ടായത്. ചക്കിട്ടപ്പാറയിൽ നിന്ന് പേരാമ്പ്രയിലേക്ക് വരികയായിരുന്നു സ്വകാര്യ ബസ്സായിട്ടുള്ള ഹരേറാം. അതിനകത്ത് വെച്ചുകൊണ്ടാണ് ഒരു യാത്രക്കാർക്ക് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടത്. നെഞ്ചുവേദനയെ തുടർന്ന് അവർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാവുകയായിരുന്നു. ആ വേളയിൽ തന്നെ അതിലുള്ള ജീവനക്കാരും അതുപോലെ തന്നെ സഹയാത്രികരും ആ വിഷയത്തിൽ ഇടപെട്ടു. പിന്നീട് അവിടെ നിന്ന് മറ്റ് സ്റ്റോപ്പുകളിലൊന്നും തന്നെ നിർത്തിയില്ല. ബസ് നേരെ പോകുന്നത് EMS സഹകരണ ആശുപത്രിയിലേക്കാണ്. വളരെ വേഗത്തിൽ ആശുപത്രിയിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു. ഒപ്പം തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ ആശുപത്രി അധികൃതരെ അറിയിക്കുകയും ചെയ്തു. ബസ് വന്ന് നിൽക്കുമ്പോഴേക്ക് തന്നെ അവിടേക്ക് സ്ട്രെച്ചറുമായി അവിടുത്തെ ജീവനക്കാരും എത്തിയിരുന്നു. വളരെ വേഗത്തിൽ അവരെ അത്യാഹിത വിഭാഗത്തിലേക്ക് മാറ്റാൻ കഴിഞ്ഞു. വാളൂർ സ്വദേശിയുള്ള ഖദീജ എന്ന വീട്ടമ്മയ്ക്കാണ് ഈ വിധത്തിലുള്ള ആരോഗ്യ പ്രശ്നമുണ്ടായത്. ഏതായാലും വളരെ വേഗത്തിൽ ആശുപത്രിയിൽ എത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് വളരെയേറെ അഭിനന്ദനാർഹമാണ്. ഈ ജീവനക്കാരുടെ ഭാഗത്തു നിന്നാണ് ഇത്തരത്തിലുള്ള സ്തുത്യർഹമായിട്ടുള്ള ഒരു സേവനം ഉണ്ടായിരിക്കുന്നത്. SKN. ഓക്കെ, എന്തായാലും നല്ല കാര്യമാണ്. അങ്ങനെയൊക്കെ വേണം പ്രവർത്തിക്കാൻ എന്ന് നമ്മൾ കരുതുന്നു. ഇനി ശബരിമല വാർത്തകൾ. ശരണം സന്നിധാനം. ശരണം സന്നിധാനം പവേർഡ് ബൈ രമേശ് RG നല്ലെണ്ണ. ആർജിക്കാം നല്ലൊരു പ്രാർത്ഥനാശീലം. കളർ മങ്ങാത്ത വൃത്തി. ലേക്രോൾ കാർ ഷാംപൂ. തരിതരിയായ GRB നെയ്. പ്യുവറാണ്, അത് ഷുവറാണ്. co-sponsored by BLM കേരള, തമിഴ്നാട്, പോണ്ടിച്ചേരി. ശബരിമലയിൽ വീണ്ടും ഭക്തജന തിരക്കേറി. രാത്രി 8 മണി ഒരു വെർച്വൽ ക്യൂ വഴി ദർശനം നടത്തിയത് 75,892 പേർ. ഇന്നലെ ദർശനം നടത്തിയവരുടെ എണ്ണം 1,00,000 കടന്നിരുന്നു. അവധി ദിവസമായ നാളെയും തിരക്ക് വർദ്ധിക്കാനാണ് സാധ്യത. പുല്ലിമേട് വഴി എത്തുന്ന തീർത്ഥാടകരുടെ എണ്ണവും വർദ്ധിച്ചു. ഇന്നലെ മാത്രം 3,600 പേർ ഇതുവഴി സന്നിധാനത്തെത്തിയിരുന്നു. സ്പോട്ട് ബുക്കിംഗ് 5,000-ൽ നിന്ന് 10,000-ആയി വർദ്ധിപ്പിച്ചു. നെഹ്റുവിൻ്റെ പാരമ്പര്യത്തെ ഇല്ലാതാക്കുകയാണ് BJP ലക്ഷ്യമെന്ന് സോണിയാഗാന്ധി. ചരിത്രം തിരുത്തിയെഴുതാനുള്ള ശ്രമമാണ് നടക്കുന്നത്. നെഹ്റുവിനെതിരായ നീക്കത്തിന് പിന്നിൽ ഗാന്ധി വധത്തെ മഹത്വവൽക്കരിച്ചവരാണെന്നും സോണിയാഗാന്ധി വിമർശിച്ചു. നെഹ്റു സെന്റർ ഇന്ത്യയുടെ ഉദ്ഘാടന ചടങ്ങിലായിരുന്നു പാർലമെന്ററി പാർട്ടി ചെയർപേഴ്സൺ സോണിയാഗാന്ധിയുടെ പരാമർശം. സ്വാതന്ത്ര്യ സമരത്തിനും രാഷ്ട്ര നിർമ്മാണത്തിനും നെഹ്റു നൽകിയ സംഭാവനകളെ അപകീർത്തിപ്പെടുത്തുന്നു. ഇന്ത്യ സ്ഥാപിതമായ സാമൂഹിക രാഷ്ട്രീയ അടിത്തറകളെ തകർക്കാനുള്ള ശ്രമം. നെഹ്റുവിനെ അപകീർത്തിപ്പെടുത്താനും താഴ്ത്തിക്കെട്ടാനുമുള്ള ശ്രമമാണ് നടക്കുന്നതെന്നും സോണിയാഗാന്ധി. Let there be no doubt whatsoever that the project to vilify Jawaharlal Nehru is the main objective of the ruling establishment today. നെഹ്റുവിനെതിരായ നീക്കത്തിന് പിന്നിൽ സ്വാതന്ത്ര്യ സമരത്തിലോ ഭരണഘടനാ കരട് തയ്യാറാക്കുന്നതിലോ ഒരു പങ്കുമില്ലാത്ത ഗാന്ധിവധത്തെ മഹത്വവൽക്കരിച്ചവരാണെന്നും സോണിയാഗാന്ധി. It is an ideology that long ago spanned an atmosphere of hate that ultimately led to the assassination of Mahatma Gandhi. വിമർശനത്തിന് പിന്നാലെ സോണിയാഗാന്ധിക്ക് മറുപടിയുമായി BJP രംഗത്തെത്തി. നെഹ്റുവിനോട് അത്ര ബഹുമാനമുണ്ടായിരുന്നുവെങ്കിൽ കുടുംബ പേരായി നെഹ്റുവിന്റെ പേര് ചേർക്കുമായിരുന്നു. നെഹ്റുവിന് പകരം പക്ഷേ ഗാന്ധിക്കാണിവിടെ മുൻഗണനയെന്നും BJP വക്താവ് ടോം വടക്കൻ പറഞ്ഞു. 24 ഡൽഹി. ഭീമ കൊറേഗാവ് കേസിൽ ഡൽഹി സർവകലാശാല മുൻ പ്രൊഫസറും മലയാളിയുമായ ഹാനി ബാബു ജയിൽ മോചിതനായി. ബോംബെ ഹൈക്കോടതി ജാമ്യം അനുവദിച്ചതോടെയാണ് വർഷങ്ങൾ നീണ്ട ജയിൽവാസം തൽക്കാലം അവസാനിച്ചത്. ജയിൽ അനീതിയുടെ കടലായിരുന്നെന്നും നീതി ഇനിയും ഏറെ അകലെയാണെന്നും പ്രൊഫസർ ഹാനി ബാബു 24നോട് പറഞ്ഞു. ഈ റിപ്പോർട്ടോടെ ഇന്നത്തെ പ്രൈം ടൈം പൂർത്തിയാകുന്നു. നിങ്ങൾക്കെല്ലാവർക്കും ഒരു നല്ല രാത്രി ഞാൻ നേരുന്നു. ശുഭരാത്രി. ഗുഡ് ബൈ. 5 വർഷവും 7 മാസവും വിചാരണ പോലുമില്ലാതെ നവി മുംബൈയിലെ തലോജ ജയിലിൽ പ്രൊഫസർ ഹാനി ബാബു കഴിഞ്ഞ ദിവസങ്ങൾ. ബോംബെ ഹൈക്കോടതിയിൽ നിന്ന് ജാമ്യം കിട്ടി 3-ാം നാളാണ് ഹാനി ബാബു ജയിൽ മോചിതനായത്. നീതിയുടെ ഒരു ഇതാണ്, കടൽ പോലെയാണ് ജയിലിനകത്ത്. അപ്പോൾ ഇത്രയും വലിയ പുറത്തുള്ളതിനേക്കാൾ എത്രയോ അനീതികളാണ് അവിടെ നടക്കുന്നത്. അപ്പോൾ ആ അനീതിയിൽ നിന്ന് പുറത്തു വന്നു. എനിക്കിതൊരു ചെറിയ ഒരു ഇത് മാത്രമാണ്. പക്ഷേ ഇനിയുള്ള മുന്നോട്ട് എത്രയോ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പോഴാണ് നമുക്ക് നീതിയും ജസ്റ്റിസ് എന്ന് പറയുന്നത് ലഭിക്കുകയുള്ളൂ. ജയിൽവാസത്തിനിടെ മരണത്തെ മുഖാമുഖം കണ്ടു. ഞാൻ മരണത്തിൻ്റെ ഇത് കണ്ടതാണ് മുന്നിൽ. അപ്പോൾ അങ്ങനത്തെ അവസ്ഥയിലാണ് ഇവർ പുറത്തുനിന്നുള്ള സമ്മർദ്ദം കൊണ്ട് തന്നെ അവസാനം ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നു. രാത്രി കണ്ട ഉടനെ ഡോക്ടർ പറഞ്ഞു, അയ്യോ ഇയാളെ എപ്പോൾ അഡ്മിറ്റ് ചെയ്യണം എമർജൻസി ആയിട്ട്, ഇല്ലെങ്കിൽ ഇയാളുടെ ബ്രെയിനിനെ അഫക്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. അത്രയും കണ്ണിനകത്ത് ഭയങ്കര ഇൻഫെക്ഷൻ ആയിരുന്നത്. ഭീമ കൊറേഗാവ് സംഘർഷത്തിന് പിന്നിലെ ഗൂഢാലോചന ആരോപിച്ചാണ് ഡൽഹി സർവകലാശാല ഇംഗ്ലീഷ് വിഭാഗം പ്രൊഫസറായ ഹനി ബാബുവിനെ 2020 ജൂലൈ 28-ന് അറസ്റ്റ് ചെയ്യുന്നത്. മാവോയിസ്റ്റ് ബന്ധമുണ്ടെന്നും പ്രധാനമന്ത്രിക്കെതിരെ ഗൂഢാലോചന നടത്തിയെന്നും കുറ്റങ്ങൾ ചുമത്തി. ഡിജിറ്റൽ തെളിവുകൾ ഉണ്ടെന്നാണ് അന്വേഷണ സംഘത്തിന്റെ വാദം.
പക്ഷേ ഇത് കെട്ടിച്ചമച്ചതെന്നാണ് ഹാനി ബാബു പറയുന്നത്. ഇതേ കേസിൽ ജാമ്യത്തിൽ കഴിയുന്ന മലയാളി പ്രൊഫസർ റോണ വിൽസണും തലോജ ജയിലിന് മുന്നിൽ എത്തിയിരുന്നു. കവി വരവര റാവു, അഭിഭാഷക സുധാ ഭരദ്വാജ് അടക്കം ഒരു പറ്റം ചിന്തകരും സാമൂഹിക പ്രവർത്തകരുമാണ് കേസിൽ വിചാരണയില്ലാതെ ജയിൽവാസം അനുഭവിച്ചത്. മുംബൈയിൽ നിന്നും വരുൺ വടശ്ശേരിക്കൊപ്പം ശ്രീനാഥ് ചന്ദ്രൻ, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.